ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാതുകാഭ്യാം സ്മരാമി നിത്യം. ഉപാസ്മ്യഹം രമണതത്തുല്യദേവം തീർത്ഥീകരം തീർത്ഥപദപ്രദർശകം പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. ഓം പാർത്ഥായ പ്രതിബോധിതാ ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്തദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. പ്രപന്നപാരിജാതായ തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ഗോദ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധിർഭോക്തഃ ദുഗ്ധം ഗീതാ അമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയേദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതി കൃപേണ വഹിനീ കർണേന വേലാകുല. അശ്വത്ഥാമവികർണഘോരമഖരാ ദുര്യോധനാവർത്തിനി സോതീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവ. പാരശര്യവചഃ സരോചമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പതേന ഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലാ പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്തമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ യസ്യാന്തം ന വിദുഃ സുരാസുരഗണ ദേവായ തസ്മൈ നമഃ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ആണ് നമ്മൾ വിചാരം ചെയ്ത് വരണത്. ഭഗവത്ഗീത ഭഗവാൻ യുദ്ധമധ്യത്തിൽ പഞ്ചസ്യമതനം എന്ന ക്ഷേത്രത്തിൽ, കുരുക്ഷേത്രം എന്ന പഞ്ചസ്യമതനം എന്ന ക്ഷേത്രത്തിലാണ് ഈ യുദ്ധം നടക്കണത്. മഹാഭാരതത്തിന് പഞ്ചമോ വേദ എന്ന് പറയും. അഞ്ചാമത്തെ വേദം എന്ന് വെച്ചാൽ 4 വേദവും ഈ പുരാണത്തിൽ ഉൾക്കൊണ്ടിരിക്കണു. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിന് പഞ്ചമോ വേദ എന്ന് പേര്. അതിൽ ഭീഷ്മപർവത്തിൽ ഉപനിഷത്ത് പ്രോക്തമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ഈ വിദ്യയെ ഭഗവാൻ യുദ്ധഭൂമിയിൽ അർജുനന് ഉപദേശിക്കുന്നു. എന്തിനാ ഉപനിഷത്തിനെ രഹസ്യവിദ്യ എന്ന് പറയണത്? രഹസ്യം എന്ന് ഒരാളെടുത്ത് ചെവിയിൽ പറയുമ്പോൾ തന്നെ വി ഹാവ് ക്യൂരിയോസിറ്റി ടു നോ ദാറ്റ്. ഒരാളോട് രഹസ്യം പറയുമ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്ക് എന്താ അയാളുടെ കാതിൽ പറഞ്ഞതെന്ന്
അറിയാനൊരു ത്വര വരും. അതുകൊണ്ട് തന്നെ ഈ ഉപനിഷത്ത് എന്താന്ന് വെച്ചാൽ അറിയാനൊരു ത്വര വരും. എന്താ ആ ഉപനിഷത്ത് ഇടുന്ന ചോദ്യവും ഇതാണ്, താൻ ആര്? നോക്കുമ്പോൾ നമുക്ക് വേറെ ഒരിടത്തും ഈ ചോദ്യം കിട്ടില്ല. അവനവന്റെ നിലനിൽപ്പ്, അവനവൻ ആര് എന്നുള്ള ചോദ്യമാണ് ഉപനിഷത്തുക്കൾ. കേനോപനിഷത്ത് എന്നൊരു ഉപനിഷത്ത്, ക്വസ്റ്റ്യൻ ഉപനിഷത്ത്. ആ ഉപനിഷത്തിന്റെ പേരേ ക്വസ്റ്റ്യൻ ഉപനിഷത്ത്. അപ്പൊ പ്രശ്നോപനിഷത്ത് അങ്ങനെ തന്നെ ഉണ്ട്. കേനഹ, എന്തുകൊണ്ട്, ആരാൽ. അപ്പൊ വസ്തുതയെ അറിയലാണ് രഹസ്യം, അല്ലേ? ആ രഹസ്യം അറിയാത്തവണ്ണം നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഡൈജഷൻ നടക്കില്ല, ബുദ്ധി നേരെ പ്രവർത്തിക്കില്ല. എന്തോ അറിയാൻ ബാക്കിയുണ്ട് എന്നുള്ളൊരു ത്വര വരും നമുക്ക്. അതുകൊണ്ടാണ് ഉപനിഷത്തിനെ രഹസ്യവിദ്യ എന്ന് പറയുന്നത്. രഹസ്യം അത് പറയാൻ പറ്റണതാണോ? എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരാളെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, പ്രവചനം പോലും, പ്രഭാഷണം പോലും പറഞ്ഞുകൊണ്ടോ ഒരാൾക്ക് തൃപ്തി വരുമെന്ന് നിർബന്ധമേ ഇല്ല. കേട്ടുകൊണ്ട് ഒരാൾക്ക് തൃപ്തി വരികയില്ല. അപ്പൊ രഹസ്യം പറയാൻ പറ്റണതല്ല, പറഞ്ഞാലും മനസ്സിലാകാത്തത് എന്നർത്ഥം. ഇപ്പോൾ നാറാണത്തു ഭ്രാന്തന്റെ ഒരു പ്രസിദ്ധമായ ഒരു ചെറിയൊരു അനക്ഡോട്ട്, ഒരു കഥ. നാറാണത്തു ഭ്രാന്തന്റെ സഹോദരൻ അഗ്നിഹോത്രി ബ്രാഹ്മണൻ നിത്യനിരന്തരമായിട്ട് ഈവനിങ്, വൈകുന്നേരം, സായംകാലത്തില് വീടിന്റെ ഉമ്മറപ്പടിയിലിരുന്നിട്ട് ഉപനിഷത്ത് പാരായണം ചെയ്യും. നിത്യനിരന്തരം ഈ ഉപനിഷത്ത് പാരായണം നടക്കുന്ന സമയത്ത് നാറാണത്തു ഭ്രാന്തൻ അതിൻ്റെ അടുത്ത് വന്നിരിക്കും. കുറച്ചു നേരം ഇങ്ങനെ കേട്ടിട്ട് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഏതാണ്ട് ഒരു 2 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്ന നാറാണത്തു ഭ്രാന്തൻ ഒരു ദിവസം പറഞ്ഞു, മനസ്സിലായി പറഞ്ഞു. നിത്യനിരന്തരം ഈ ഉപനിഷത്ത് മന്ത്രങ്ങളൊക്കെ കേൾക്കണുണ്ട്. മനസ്സിലായി എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഈ പാരായണം ചെയ്യുന്ന അഗ്നിഹോത്രി ബ്രാഹ്മണനെ മനസ്സിലായിട്ടില്ല ഇതെന്താ വായിക്കുന്നത് എന്ന്. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, എന്താ നിനക്ക് മനസ്സിലായത് എന്ന് നാറാണത്തു ഭ്രാന്തനോട് ചോദിക്കണേ. അല്ല, മനസ്സിലായി എന്ന് പറഞ്ഞല്ലോ, എന്താ നിനക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞപ്പോ, ഇത് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി. ഇത് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി എന്ന് വെച്ചാ രഹസ്യം മനസ്സിലാവണതല്ല, അത് അനുഭവമാണ്. അനുഭവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമം തന്നെ രഹസ്തർപ്പണ തർപ്പണ്യേ നമഃ. രഹസ്തർപ്പണം എന്ന് വെച്ചാൽ രഹസ്യമാണ്. അവനവനെ കുറിച്ചുള്ള വിദ്യ വളരെ ഗുഹ്യമാണ്. ആ ഗുഹ്യമായ വിദ്യ അവനവൻ സ്വയമേവ തിരിച്ചറിയലാണ് തൃപ്തി. തർപ്പണം എന്ന വാക്കിന് തൃപ്തി എന്നർത്ഥം. വേറെന്തോ കൊടുക്കണു, എന്താ കൊടുക്കുമ്പോൾ എന്താ നമുക്ക് തൃപ്തി. ധാരാളം ധനം ഒരാൾക്ക് സമർപ്പിച്ച എന്താ തർപ്പണം എന്ന് വെച്ചാൽ സമർപ്പണമാണ്, തൃപ്തിയാണ്. തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണതില്ലേ? പലർക്കും ദക്ഷിണ കൊടുക്കണത്, ഒരു പൂജ നടക്കുമ്പോൾ ദക്ഷിണ കൊടുക്കണത് എന്തിനാ? അവരുടെ സൗന്ദര്യം കണ്ടിട്ടാണോ, അവരുടെ വിദ്യ കണ്ടിട്ടാണോ? ഒന്നുമേ അല്ല. നമുക്ക് അതിലൂടെ ഒരു സുഖം തരണു അവര്, അല്ലേ? അതിലൂടെ നമുക്കൊരു തൃപ്തി വരണു. തൃപ്തി വരുമ്പോൾ നമ്മൾ ദക്ഷിണ കൊടുക്കണം. ഇപ്പൊ തന്നെ ഒരു ആശ്രമത്തിൻ്റെ ഒക്കെ കാര്യം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതില് ഇപ്പൊ ചിലർ വരുമ്പോൾ ചിലർക്ക് എന്ത് ചെയ്യും, ഇവിടെ ഉപയോഗിച്ചോളൂ, ഈ വീട് ഈ റൂം ഉപയോഗിച്ചോളൂ, ഇവിടുത്തെ ഭക്ഷണം കഴിച്ചോളൂ, ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാം എന്നൊക്കെ ഒരു സന്യാസി പറയും. അവസാനം എന്ത് ചെയ്യും, അവർക്ക് ഒരു തൃപ്തി വന്നിട്ട് കാശ് കൊണ്ട് കൊടുക്കും. ഇത് ചോദിച്ച് വാങ്ങണതും തരണതും രണ്ടും വ്യത്യാസമാണ്. ഒരു ഇൻസിഡന്റ് അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ തർപ്പണം എന്ന് പറഞ്ഞ തൃപ്തി. തൃപ്തി എങ്ങനെ വരും? അവനവനെ അറിയലാണ് തൃപ്തി. ആ അവനവനെ അറിയണ വിദ്യയാണ് ഭഗവാൻ യുദ്ധമധ്യത്തില് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അതിനെന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ നിത്യത്തിനെയും അനിത്യത്തിനെയും അവൻ തിരിച്ചറിയണം. ഒരു ജീവന് നിത്യ അനിത്യത്തിനെ തിരിച്ചറിയണം. നിത്യ അനിത്യത്തിനെ തിരിച്ചറിഞ്ഞാലോ അത് പ്രാവർത്തികമാവണമെങ്കിൽ നിത്യത്തിനെ ഉപാസിക്കണം.
അസാരേ സംസാരേ നിജ ഭജന ദൂരേ. ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിൽ ഒരു ശ്ലോകം, ഒരു സാരവും ഇല്ലാത്തതാണ് ഈ സംസാരം. സംസാരത്തിൽ എന്താ ഉള്ളത്? മുഴുവൻ ദുഃഖമാണ്, ഫുൾഫിൽഡ് വിത്ത് ദുഃഖം. ഒരു സാരവും ഇല്ലാത്ത ഈ സംസാരം, അസാരം, നിസാരം എന്ന് വെച്ചാൽ സാരമേ ഇല്ലാത്തത്. അസാരേ സംസാരേ നിജ ഭജന ദൂരേ. നിജ ഭജന ദൂരേ. ഈ സംസാരത്തിൽ പോയ നിത്യത്തിനെ നമ്മൾ മറന്നുപോകും. സംസാരത്തിൽ പെട്ടുപോയ നിത്യനിരന്തരം ഉള്ള പൊരുളിനെ നമ്മൾ മറന്നുപോകും. ഇപ്പൊ ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു സംസാരമാണ് അല്ലെ? സംസാരം എന്ന് പറയുന്നത് തന്നെ ഒരാള് വാക്തർക്കം അല്ലെ? മലയാളത്തിൽ സംസാരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ഒരു സംസാരവും ഒരു സുഖത്തെയും തരില്ല, എല്ലാ സംസാരവും ദുഃഖത്തെ തരുള്ളൂ. ആരെങ്കിലും ഒരു സുഖവിവരണം ചോദിക്കും, ആദ്യം സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്, അപ്പോൾ പറയും സുഖം ഇല്ലെങ്കിൽ കൂടെ നമ്മൾ സുഖം എന്ന് പറയും. പിന്നെയുള്ള കോൺവെർസേഷൻ പതുക്കെ നമ്മൾ ദുഃഖത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. എവിടെ ആ സ്ഥലം? ആ സ്ഥലത്താണല്ലോ കഴിഞ്ഞ തവണ ഒരു പീഡനം നടന്നത്, നിങ്ങൾ സ്ഥലത്തിന് ഹെർട്ട് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. ഇങ്ങനെ പല കോൺവെർസേഷൻ നമ്മളെ അസാരത്തിലേക്ക് കൊണ്ടുപോയി. സംസാരം ഒരു അസാരമാണ്. നിജഭജന ദൂരം. ആത്മാനുഭൂതിയിൽ നിന്നും അത് പതുക്കെ പോയി ജഡാനുഭൂതിയിലേക്ക് കൊണ്ടുപോകും. ചൈതന്യത്തിൽ നിന്നും നമ്മൾ ജഡത്തിലേക്ക് തിരിക്കും. അതുകൊണ്ട് ഒരു പക്വയായ ഒരു ജീവന് ചൈതന്യം എന്തെന്നും ജഡം എന്തെന്നും ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കണു. നാസദോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോന്തഃ തു അനയോഃ തത്വദർശിഭിഃ. നാസദോ വിദ്യതേ ഭാവഃ അസതഃ ഭാവഃ ന വിദ്യത്തെ. അസത്തിന്റെ സ്വഭാവത്തെ ആദ്യം പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ശങ്കരാചാര്യർ ഒരു 8 വയസ്സായ കുട്ടി ഗുരുഗോവിന്ദരുടെ അടുത്ത് പോയപ്പോൾ ഇല്ലാത്തതിനെയാണ് ആദ്യം പറഞ്ഞത്. നീ ആര് കുട്ടിയും ചോദിച്ചു. കസ്ത്വം ശിശോഹോ, നീ ആരാ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലാത്തതിനെയാണ് ആദ്യം എടുത്ത് പറഞ്ഞ. ഭൂമിർ ന തോയം ന തേജോ ന വായുഃ ന ഗമ്നേന്ദ്രിയം വാന തേഷാം സമൂഹഃ അനൈകാന്തികത്വാത് സുഷുപ്ത്യൈക സിദ്ധസ്തതേകോപശിഷ്ട ശിവകേവലോഹം. ശിവകേവലോഹം എന്ന് മറുപടി പറഞ്ഞാൽ മതി. പക്ഷേ ഞാൻ എന്തൊക്കെ ആണെന്ന് പലരും ഭാവിച്ചിരിക്കണോ, ഇതൊന്നും ഞാനല്ല. അതുപോലെ കൃഷ്ണൻ ഇവിടെ പറഞ്ഞു അസത്തിന്റെ ഫലം എന്താന്ന് വെച്ചാൽ അഭാവം. അസത്തിന് ഉണ്മയില്ല. അസതഃ ഭാവഃ ന വിദ്യതേ. അസത്തിന് ഒരു കാലത്തും, ഇല്ലാത്തതിന് ഒരു കാലത്തും ഉണ്മ ഉണ്ടാവില്ല അല്ലെ? ഒരു ഭാവം എന്ന് പറയണത് കൂടെ ഉള്ള പൊരുളിൽ നിന്നാണ് വരണത്. ജഡത്തിന് ഭാവമില്ല അല്ലേ? നല്ലൊരു ഭാവാഭിനയമുള്ള ആളാണെങ്കിൽ കൂടെ ഈ ജഡമായിരിക്കുന്ന ആൾ എണീറ്റ് നല്ല ഭാവാഭിനയം ചെയ്യും അല്ലെ? നല്ല ഭാവന വരണ ആളാണ്, നല്ലൊരു തിരക്കഥാകൃത്താണ്, അയാള് മരിച്ചു കിടക്കണു, അയാളുടെ ജഡം തിരക്കഥ എഴുതുമോ? ഇല്ല. ഭാവം കൂടെ വരണത് ഒരു ഉണ്മയിൽ നിന്നാണ്, സത്യത്തിൽ നിന്നാണ്. ഭാവത്തിന് കൂടെ ഭാവ അഭാവ വിവർജിതായേ നമഃ. ലളിതാ സഹസ്രനാമത്തില് ഭഗവാൻ ദേവിക്ക് ഒരു നാമം, ഭാവവും അഭാവവും ദേവി തന്നെയാണ് അത്ര. അപ്പൊ ഭാവം അല്ലെ, നല്ല സങ്കല്പം, ഇതിനെയാണ് ഭാവം എന്ന് പറയുന്നത്. ഒരു സങ്കല്പ ശക്തി കൂടെയും സത്യത്തിൽ നിന്നേ വരുവുള്ളൂ, ഉണ്മയിൽ നിന്നേ വരുവുള്ളൂ. ഇപ്പോൾ ഒരു സന്യാസി, ഒരു ശിഷ്യൻ, ഇവർ രണ്ടുപേരും കൂടെ ഒരു യാത്രയ്ക്ക് പോയി. ഈ യാത്രയ്ക്ക് പോയി കുറച്ചു നേരം അങ്ങോട്ട് മരുഭൂമിയിലൂടെ ഇങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ശിഷ്യന് നല്ല വിശപ്പ്. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ഗുരു എനിക്ക് ഭക്ഷണം വേണം, വിശക്കണു, ഇവിടെ കണ്ടിട്ട് ഇത് തുറസായ ഒരു മരുഭൂമി, ഇവിടെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ കണ്ണടച്ചിട്ട് നല്ല മൃഷ്ടാനം സദ്യ കഴിക്കുന്നത് പോലെ നീ ഒന്ന് ഭാവന ചെയ്തോളൂ എന്ന്. ഗുരു പറയല്ലേ, അപ്പം ഇയാൾ ഭാവന ചെയ്യാം. ഇയാൾ എങ്ങനെ ഇരുന്ന് നല്ല മൃഷ്ടാവനം സദ്യ കഴിക്കും പോലെ ഇങ്ങനെ ഭാവന ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഭാവന ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുരു നോക്കിയപ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കണം. അപ്പോൾ ഗുരു ചോദിച്ചു, നീ ഇപ്പം എന്താ ഇങ്ങനെ ഇപ്പം എന്താ കാണിച്ചതെന്ന് ചോദിച്ചു. അത് മുളവ് കടിച്ചു എന്ന് പറഞ്ഞു അല്ലേ? ഭാവന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെയും
നല്ല ഭാവന നമുക്കില്ല, സങ്കല്പം, നല്ല സങ്കല്പം ഇല്ല അല്ലേ? ഒരു കുട്ടി സ്കൂളിൽ പോയി പഠിക്കാൻ പോയി, നല്ല സങ്കല്പമേ ഇല്ല. അവൻ ചീത്ത കൂട്ടുകെട്ട് കെട്ടുവോ, അവൻ വഴിയിൽ എവിടെയെങ്കിലും വേണ്ടാത്തതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് വയറ് കേടാക്കോ, ഇങ്ങനത്തെ ഉള്ള സങ്കല്പം, ആ സങ്കല്പത്തിന് വലിയ ശക്തിയുണ്ട്. സങ്കല്പം ഒരു പ്രകൃതിയെ, ഒരു പ്രാണനെ തന്നെ അഫക്റ്റ് ചെയ്യും. മനസ്സിൻ്റെ സൂക്ഷ്മമാണ് പ്രാണൻ. അപ്പോൾ നല്ല സങ്കല്പം വരുമ്പോൾ പ്രാണൻ നല്ല പോലെ ഇരിക്കും. ചീത്ത സങ്കല്പം വരുമ്പോൾ ആ സറൗണ്ടിങ്സ് മുഴുവൻ നമുക്ക് അഫക്റ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ജ്ഞാനികളുടെ അടുത്തൊക്കെ വന്ന ആളുകൾക്ക് ദുഃഖമോ വീടോ കുട്ടികളോ ഒക്കെ മറന്നു പോകും. എന്താണെന്ന് വെച്ചാൽ പ്യുവർ സങ്കല്പമാണ്. അതേ സമയത്ത് ഒരു ലൗകികൻ്റെ അടുത്ത് പോയി നിന്നാലോ അവൻ കുറ്റം പറയൽ, കുറവ് പറയൽ, അത് ഇത് എന്തൊക്കെയൊക്കെ നടക്കും, കുറ്റം കുറച്ചിൽ. അപ്പോൾ ഇതാണ് വ്യത്യാസം. ഈ പ്രകൃതിയിലെ ആ ഭാവം ഉണ്ടാവും. അതുകൊണ്ട് ഈ സന്യാസിമാർ കൂടെ പല വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കില്ല. ഇപ്പൊ കേരളത്തിലൊക്കെ വന്നാൽ സന്യാസിമാരെ നമുക്ക് കാണാനില്ല. കേരളത്തിലോട്ട് വന്നാലോ വെളിയിൽ ഭിക്ഷ എടുക്കണത്, ഭിക്ഷാ സമ്പ്രദായം ഇപ്പോൾ ഒരിടത്തും കാണാനില്ല. കേരളത്തിൽ കുറെ നാളുകൊണ്ട് കാണാനില്ല. എന്താന്ന് വെച്ചാൽ ഈ കൊടുക്കണത് കഴിച്ചിട്ട് ഇവർ പോയിരുന്ന് തിണ്ണയിലിരുന്ന് കുറ്റം പറഞ്ഞു തുടങ്ങുകയാണ്. കാരണം അങ്ങനെയാണ് ഭക്ഷണം പാചകം ചെയ്യണത് കൂടെ. ഒരു ഭാവം, ഈ സദ്ഭാവം വരണത് സത്തിലൂടെയാണ്. സത്തിനെ ഉണ്മയേ ഉള്ളൂ, അസത്തിന് ഒരു കാലത്തും ഉണ്മയില്ല എന്ന് കൃഷ്ണൻ അടിവരയിട്ട് പറയണു. സതഹ അഭാവഹാന വിദ്യതേ. അതേ സമയത്ത് സത്തിനോ ഒരു കാലത്തും ഇല്ലായ്മ ഉണ്ടാവില്ല. അപ്പൊ ഇത് നമ്മൾ വിചാരം ചെയ്യണം. സത്തിന് അല്ലെ, സ്വർണത്തിനെ നമ്മൾ മോതിരമാക്കി, വളയാക്കി, മാലയാക്കി, ഇതിലൊന്നും സ്വർണം ഇല്ലായ്മ ഇല്ല അല്ലെ. സ്വർണം ഒരു കാലത്തും ഇല്ലാതിരുന്നില്ല. ഒരു മണ്ണിനെ പ്രതിമയാക്കി, കുടമാക്കി, ചളിയാക്കി വെച്ചാൽ മണ്ണിന് ഒരു കാലത്തും ഉണ്മയില്ലാതിരിക്കില്ല. കാരണം മണ്ണ് ഉള്ള പൊരുളാണ്. ആ ഉള്ള പൊരുളിന് ഒരു കാലത്തും ഇല്ലായ്മ അനുഭവപ്പെട്ടിട്ടില്ല. അതുപോലെ ഈ ശരീരത്തിന് ഇല്ലായ്മ അനുഭവപ്പെടാം. ഞാൻ ബോധം കെട്ട് വീണ ശരീരം ഉണ്ടോന്ന് എനിക്ക് ബോധമില്ല, അല്ലെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ മനസ്സുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉണ്ട്. അത് ഒരു കാലത്തും ഇല്ലായ്മ അനുഭവിക്കാത്ത പൊരുളാണ്. അതിനൊരു കാലത്തും ഇല്ലായ്മ അനുഭവിക്കാനേ സാധ്യമല്ല. അതാണ് ഭഗവാൻ ഇവിടെ പറയണത്. ഇതിനെ ദർശിച്ചവര് തത്വദർശിഭിഹി തു, തത്വദർശികളായിക്കോട്ടെ, അനയോഹോ ഉഭയോഹോ അപി, ഇത് രണ്ടിൻ്റെയും വ്യത്യാസത്തെ അറിയണം. അന്തഃ ദൃഷ്ടഃ, പരമമായ രഹസ്യത്തെ അവർ കാണണം. പരമമായ രഹസ്യത്തെ അവർ കണ്ടിരിക്കുന്നു. നോക്കൂ, ഉപനിഷത്ത് എന്ന് വെച്ചാൽ രഹസ്യം. ഈ രഹസ്യവിദ്യയെ അവർ അറിഞ്ഞിരിക്കണു എന്ന് വെച്ചാൽ നിത്യത്തിനെ അവർ അറിഞ്ഞിരിക്കണു. ദാറ്റ് ഈസ് രഹസ്യം. അനിത്യത്തിനെ അവർ കാണണില്ല. ഇപ്പൊ മരുഭൂമിയിൽ പോയ ഫ്രണ്ടിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ, റോഡിലൂടെ നല്ല ഹൈവേയിലൂടെയൊക്കെ പോയാൽ ഫ്രണ്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ തോന്നും. പക്ഷെ വാസ്തവത്തിൽ ഒരു ഡ്രോപ്പ് വെള്ളം കൂടെ അവിടെ ഇല്ല. അതിനെ റിഫ്രാക്ഷൻ എന്ന് പേരിടുന്നു ഫിസിക്സിൽ. അല്ലേ, അത് കാണപ്പെടുന്നതാണ്, നമുക്ക് തോന്നണതാണ്, ഒരു ഇല്യൂഷനാണ്, എന്തൊക്കെയോ പേര് പറയണു. ആ വാക്കേ ഇല്ലാത്തതാണ് റിഫ്രാക്ഷൻ. എന്താ, ഇല്ലാത്തൊരു പൊരുളിന് കൊടുത്തിരിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്തോ ഇപ്പൊ ഫിസിക്സ് ഒന്നും എനിക്ക് നേരെ അറിയില്ല. ഇനി റിഫ്രാക്ഷൻ അല്ലാത്തവരിനിപ്പോൾ ഇനി അടിയിൽ അതല്ല ഇതാണ് സയന്റിഫിക്കലി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയേണ്ടത്. ഒരു ഉദാഹരണം, മരുഭൂമിയിലുള്ള നീര്, ആ മരുഭൂമിയിലുള്ള നീര് എന്നുള്ള പ്രയോഗമേ തെറ്റാണ്. മരുഭൂമിയിൽ ഒരു തുള്ളി നീരില്ല. ഒരു തുള്ളി നീര് മരുഭൂമിയിൽ അനുഭവിക്കാനേ പറ്റില്ല. നമുക്ക് ഫീൽ ചെയ്യും അല്ലെ, കാണണു, പക്ഷെ തൊട്ട് നോക്കാൻ പറ്റണില്ല, കുടിക്കാൻ പറ്റണില്ല. എന്ന് വെച്ചാൽ അവിടെ നീര് എന്നുള്ളത് പ്രസക്തമേ അല്ല എന്നർത്ഥം. ഒരു കാലത്തും ഇല്ല, ആ വാക്കില്ല. അതുപോലെയാണ് ഉള്ളത് ഏതാ എന്ന് നോക്കുമ്പോൾ അസ്ഥി, ഭാതി, പ്രിയം, നാമം, രൂപം എന്ന 5 ഘടകം വരും. അസ്ഥി, ഭാതി, പ്രിയം, നാമം, രൂപം. ഇതിൽ അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഇപ്പോൾ നമ്മളെ തന്നെ എടുത്താൽ നമ്മൾ ഉണ്ട്. അതിൽ ഒരു അനുഭവക്കുറവോ ആർക്കും ഇല്ല. ആർക്കെങ്കിലും ഉണ്ടോ അനുഭവക്കുറവ്? നമ്മളുണ്ട് എന്നുള്ളതിൽ ആർക്കും ഒരു തരത്തിലും അനുഭവക്കുറവില്ല. ഭാതി, ഞാൻ ഉണ്ട് എന്നുള്ളത് സ്വയമേവ ഞാൻ അറിയണം. ഇനി ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ അറിയണത്? എടേ ഞാനുണ്ടോ? നീ ഉണ്ടല്ലോ,
ഇങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഞാനുണ്ട്. എങ്ങനെ അറിയാം? സ്വയമേവ എനിക്കറിയാം ഞാനുണ്ട്, ഞാൻ അനുഭവിക്കണു. ഐ എക്സ്പീരിയൻസ് അസ്തി, ഞാനുണ്ട്, അത് ഞാൻ സ്വയമേവ അറിയണു. അതിനെ ഭാതി. മറ്റത് ഈ അറിവുള്ളപ്പോൾ ഇല്ലേ, എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങി രാവിലെ എണീറ്റിട്ട് ഐ ആം അലൈവ്, ഞാൻ ഉണ്ട് എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം ആദ്യം വരും. എല്ലാവർക്കും ഞാൻ ജീവനോടെ ഉണ്ട് എന്നറിയുമ്പോൾ ഒരു സന്തോഷം വരും. അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ ആ ഉള്ള പൊരുളുടെ തന്നെ സ്വരൂപമാണ് സന്തോഷം, സുഖം. രാവിലെ ആകുമ്പോൾ ഇല്ലായ്മയെല്ലാം വന്ന് നമ്മളെ മൂടപ്പെടും ഇല്ലേ, ഈ പ്രകൃതി വന്ന് മൂടും, പ്രപഞ്ചം വന്ന് മൂടും. മക്കള്, ഭാര്യ, കുട്ടി എല്ലാം വരും. കടം, ബാങ്ക് ലോണ്, ബാങ്കിൽ നിന്നില്ലേ എല്ലാവരും രാത്രി പോയി ഒടുങ്ങണു. രാവിലെ ആകുമ്പോൾ എല്ലാം വന്ന് ബെല്ലടിക്കണു. ജപ്തി നോട്ടീസുമായിട്ട് വരണു, ഇതായിട്ട് വരണു, കലഹമായിട്ട് വരണു, കുറേ പ്രശ്നങ്ങൾ വരണു രാവിലെ. അപ്പൊ ഇല്ലാത്തതെല്ലാം പൊന്തി വരും ഈ ജാഗ്രത്തിൽ. അപ്പൊ ഇല്ലാത്തതിനോടാണ് നമ്മൾ സംഘം ചേർന്നിരിക്കുന്നത് എല്ലായ്പ്പോഴും അല്ലേ. ഈ പ്രകൃതിയിൽ കാണപ്പെടുന്നത്, ഈ പ്രകൃതി എവിടെയാ കാണണത്? ഈ പ്രകൃതി ഏതൊരു വസ്തുവിലാണോ പ്രതിഫലിക്കണത്? ഇതാണ് ഉത്തമമായ ഒരു ശിഷ്യന്റെ ചോദ്യം. തൈത്രീയ ഉപനിഷത്തിൽ വരുമ്പോൾ, തൈത്രീയ ഉപനിഷത്തിലെ ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്, യതോ വൈ ഇമാ നിഭൂതാ നിജായന്തേ യേന ജാതാ നിജീവന്തി യത് പ്രയന്ത്യഭിവിശന്തി. ഏതൊരു പൊരുളിലാണോ ഈ ജന്മം നടക്കുന്നത്, സൃഷ്ടി നടക്കുന്നത്, എല്ലാവരും ജനിച്ചു എന്ന് പറയണല്ലോ, എവിടെയാ ജനിച്ചത്? സൃഷ്ടി ഏതൊരു പ്ലെയിനിലാണ് സംഭവിച്ചിരിക്കുന്നത്? യേന ജാതാ നിജീവന്തി, എന്തുകൊണ്ടാണോ ഒരു ജീവൻ നിലനിന്നുകൊണ്ടിരിക്കുന്നത്? യത് പ്രയന്ത്യഭിവിശന്തി, ഏതിലാണോ പോയി വിലയം പ്രാപിക്കുന്നത്, ലയിക്കണത്? ഒരു ശിഷ്യന്റെ ചോദ്യം, ഇതിന് ഉത്തരം ഗുരു കൊടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തപസ്സസ്വ, നീ തപസ്സിലൂടെ കണ്ടുപിടിക്കും. ഇതിനെ നീ തപസ്സിലൂടെ അറിയൂ. അപ്പോ ഗുരു ശിഷ്യൻ പടിപടിയായിട്ട് വരുന്നു. അന്നമാണ്, അന്നത്തിലൂടെയാണ് നമ്മൾ ജനിക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തിലൂടെ ജനിച്ചു, അന്നം തന്നെയാണ് നമ്മളെ നിലനിർത്തി കൊണ്ടുപോകുന്നത്, അന്നത്തിലേക്കാണ് പോയി ലയിക്കണത് അല്ലേ. ഇത് ഈ ശരീരം പോയി വീഴുമ്പോൾ മറ്റൊരു പൊരുളിന് അന്നമായി മാറണു അല്ലേ. അഗ്നിക്ക് ഇത് അന്നമായി മാറണു, ചെറിയ ചെറിയ ജേംസിന് അന്നമായി മാറണു അല്ലേ. ശരീരം അങ്ങനെ തന്നെ വെച്ചിരുന്ന ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ ചെറിയ ചെറിയ ജേംസ് വന്ന് ഇതിനെ ഇല്ലാതാക്കും. അപ്പൊ പലതിനും അന്നം, അന്നത്തിൽ നിന്നാണ് വരണത് അല്ലേ. അന്നം, അന്നമയമാണ് ഈ ശരീരം. ഏതസ്മാത് ആകാശസംഭൂതഃ ആകാശാത് വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ അദ്യഃ പൃഥിവീ പൃഥിവ്യാമോഷധയഃ ഓഷധേഭ്യോ അന്നം അന്നാത് പുരുഷഃ. അന്നത്തിൽ നിന്നാണ് പുരുഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അന്നമാണ് പുരുഷനായിട്ടിരിക്കുന്നത് ഇല്ലേ. ഈ അണ്ഡം, ഒരു പിണ്ഡം അല്ലേ, അത് അന്നമാണ്. ഈ അന്നമുള്ളത് കൊണ്ടാണ് മറ്റൊരു പുരുഷൻ ഉണ്ടാവണത് എന്ന് ഒരു ശിഷ്യൻ കണ്ടെത്തി. ഗുരു ചോദിച്ചു, തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചു. തൃപ്തി വന്നില്ല. എന്നാൽ വീണ്ടും തപസ് ചെയ്യും. വീണ്ടും തപസ് ചെയ്ത് ഇതിൻ്റെ സൂക്ഷ്മമായ പ്രാണനെ നോക്കി, തൃപ്തിയില്ല. മനസ്സാണെന്ന് കണ്ടെത്തി, തൃപ്തിയില്ല. വിജ്ഞാനമാണ്, തത്വത്തെ അറിഞ്ഞാലാണ്. നോക്കൂ, ഇന്റലക്ച്വലി തത്വത്തെ അറിഞ്ഞു, പക്ഷെ വിഷമല്ല, അതുപോലെ നിൽക്കും. യോഗവാസിഷ്ടത്തില് രാമൻ ഒരു തത്വത്തെ നമുക്ക് തരണുണ്ട്. എന്താന്ന് വെച്ചാൽ, ഭാരോ അവിവേകിനഃ ശാസ്ത്ര. വിവേകമില്ലാത്തവന് ശാസ്ത്രം ഭാരമാണ്. വിവേകമില്ലാത്തവന് ഈ ശാസ്ത്രമൊക്കെ ഉണ്ടല്ലോ, അതൊരു ഭാരമായിട്ട് വരും. ഭാരോ ജ്ഞാനം ചരാഗിണഃ. ഇപ്പൊ ഇന്റലക്ച്വലി ജ്ഞാനം ഇതൊന്നും നിത്യമല്ല, അനിത്യ നിത്യ ബോധമൊക്കെ ഇന്റലക്ച്വലി വന്നു. പക്ഷേ അവന് വെളിയിലോട്ടുള്ള സംഘം കുറഞ്ഞില്ല, അറ്റാച്ച്മെന്റ് കുറഞ്ഞില്ല. ഭാര്യ, മക്കൾ എന്നൊരു അറ്റാച്ച്മെന്റ് കുറഞ്ഞില്ല. ഇത് പൊതുവെ ഒരു കഥ പറയും. ഒരാള് നിത്യനിരന്തരം ഈ ഉപദേശം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു നാൾ ഒരുത്തൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛനോ അമ്മയോ ആരോ മരണപ്പെട്ടു. ഈ ഉപദേശം ചെയ്യുന്ന ആൾ അവിടെ പോയിട്ട് പറഞ്ഞു, ഇതൊന്നും നിത്യമല്ല, അനിത്യമാണ്. നീ അറിയൂ, നീയാണ് ഉള്ള പൊരുൾ, നിന്നെ അറിയൂ, അവരും ഉള്ള പൊരുളാണ് നീ.
അവരുടെ ഉള്ളിലും ഇരുന്ന നീയാണ്, നീ വിഷമിക്കേ വേണ്ട എന്ന് പറഞ്ഞ് ഉപദേശിക്കും. ധാരാളം സ്ഥലത്തിൽ പോയി ഉപദേശിച്ചുകൊണ്ടിരുന്നു. ഒരു നാളേക്ക് ഇയാളുടെ വീട്ടിൽ ഇയാളുടെ ആരോ മരിച്ചപ്പോൾ ഇയാൾ വലിയ കരച്ചിൽ. അപ്പോൾ ഈ ഉപദേശം കേട്ട ആൾക്കാരൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നേരെ പോയിട്ട് ഇങ്ങനെ ഉപദേശിച്ചപ്പം ഇയാൾ പറഞ്ഞു, പോടാ അതൊക്കെ നിൻ്റെതല്ലേ, ഇത് എൻ്റെതാണ്. നോക്കൂ, അപ്പോൾ ജ്ഞാനോ ഭാരോ ജ്ഞാനം ചരാഗിണ. ജ്ഞാനം ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്ക്, അല്ലേ, ആസക്തിയുള്ള ആൾക്ക്, പുറം വിഷയത്തിലോട് ആസക്തിയുള്ള ആൾക്ക് ജ്ഞാനം തന്നെ ഭാരമാണ്. അതേ സമയത്ത് ഒരു ജ്ഞാനവും ഇല്ലാത്ത ആൾ സുഖമായിട്ട് വ്യവഹരിക്കും, അല്ലെ, പാർക്കിൽ പോവും, ബീച്ചിൽ പോവും, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കും. പക്ഷേ ഈ ജ്ഞാനമുള്ള ആള് എന്ത് ചെയ്യും? ഇവിടെ പോകുമ്പോൾ ഇത് ചെയ്യും വേണം, പക്ഷെ ഇത് തെറ്റാണ് എന്നൊരു ഭാവവും വരും. അപ്പോൾ അത് വലിയൊരു ഭാരമാണെന്ന് രാമൻ പറയണു. പിന്നെന്താ? അശാന്തസ്യ മനോഭാര. അശാന്തിയായിട്ടിരിക്കണവന്, ശാന്തമേ ഇല്ലാതിരിക്കണവന് മനസ്സേ ഒരു ഭാരം. എന്നുവെച്ചാൽ മനസ്സാണ് അശാന്തി. ആ മനസ്സിനെ വെച്ചുകൊണ്ടിരുന്ന അതൊരു ഭാരമാണ്. അതുകൊണ്ടാണ് ഭഗവാന് പോയി അർപ്പിക്കൂ, ഭവതു ഭവതർത്ഥം മമ മനഃ എന്ന് ശങ്കരാചാര്യർ ശിവാനന്ദ ലഹരിയിൽ പറഞ്ഞിരിക്കണം. ഈ മനസ്സുണ്ടല്ലോ വലിയൊരു ഭാരമാണ്. ഈ ഭാരത്തെ ഭഗവാനിൽ കൊണ്ട് ഇറക്കി വെക്കൂ, ശരണാഗതി ചെയ്യൂ. അനാത്മവിതഃ വപുഹു ഭാരം. അനാത്മാവിന് ഈ വപു, ഈ ശരീരം തന്നെ ഭാരമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വിജ്ഞാനമാണെന്ന് അറിഞ്ഞു. വിജ്ഞാനമാണെന്ന് അറിഞ്ഞപ്പോഴും അവന് തൃപ്തി വന്നില്ല. അവസാനം എല്ലാവരും ആനന്ദത്തിലാണ് ജീവിതം. ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത്. കുട്ടി അവസാനം തപസ്സിലൂടെ അറിഞ്ഞു. എന്തറിഞ്ഞു? ആനന്ദമാണ് ബ്രഹ്മം എന്നറിഞ്ഞു. ആനന്ദാനി ഖൽവിമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്ത്യഭിവിശന്തി. ആനന്ദത്തിലാണ് ജന്മം വരണം. നോക്കൂ, ഒരു കുട്ടി ജനിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആ കുട്ടിയിലൂടെ നമുക്ക് ആനന്ദം നമുക്ക് നേടണം, അല്ലേ? ഒരു കുട്ടി വരുമ്പോൾ ഒരു ആനന്ദം, ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് കുട്ടി എന്നല്ലാതെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല. കുട്ടി ഒരു ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്യുമ്പോൾ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രം എന്നല്ലാതെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടാണോ ക്ഷേത്രം? എന്നാൽ പിന്നെ എല്ലാ ക്ഷേത്രത്തിലും നമുക്ക് ആനന്ദം വരണം. എൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞ് നമ്മൾ കെട്ടുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ആനന്ദം. എൻ്റെ വീട്ടിലെ പൂജ, പഞ്ചായത്തന പൂജ, എൻ്റെ വീട്ടിലെ ഉപാസന പൂജ, ഇതൊക്കെ ഇതിൽ ചെയ്യുമ്പോൾ ഒരു ആനന്ദം വരണു. എന്ന് വെച്ചാൽ ആ പഞ്ചായത്തന പൂജയിലല്ല ആനന്ദം, അത് എൻ്റേത് എന്ന് കാണുമ്പോൾ ഒരു ആനന്ദം. അപ്പോൾ ആനന്ദമാണ് അടിസ്ഥാനം, ആനന്ദമാണ് ബ്രഹ്മം. അതുകൊണ്ട് അസ്ഥി ഭാതി, അല്ലെ, ഞാനുള്ളത് കൊണ്ടാണ് എനിക്ക് ആനന്ദമുള്ളത്. അസ്ഥി ഭാതി പ്രിയം. പക്ഷേ നമ്മൾ നാമം രൂപം കൊണ്ട് ഇതിനെ ആരോപിക്കണം. ഈ നാമരൂപങ്ങളാണ് പ്രപഞ്ചം. ഈ പ്രപഞ്ചം ഈ അസ്ഥി ഭാതി പ്രിയത്തില് ഇൻക്ലൂഡഡ് ആണ്, അല്ലേ? ഇതിൽ വന്നിരിക്കുന്ന ഒരു സ്പന്ദനമാണ്. ഇതിൻ്റെ പുറത്തുള്ള ഒരു സ്ക്രീനിൽ സിനിമ എന്ന പോലെ ഈ നാമരൂപങ്ങൾ അസ്ഥി ഭാതി പ്രിയത്തിലുള്ള ഒരു സിനിമയാണ്, ഒരു പ്രതിഫലനമാണ് എന്നല്ലാതെ അത് വാസ്തവത്തിൽ നിത്യം അല്ല എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യവസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. സർവം ഇതം സർവം, ഈ പ്രപഞ്ചം മുഴുവൻ, അല്ലെ? സർവം എന്ന് പറഞ്ഞാൽ നീ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാം, ഈ പ്രപഞ്ചം, നീ എന്തൊക്കെ കാണപ്പെടണോ, പ്രകർഷേണ 5 കാണപ്പെടുന്നതായിട്ടുള്ള 5ൻ്റെ മിക്സ്ചർ, അല്ലേ? ഈ ശരീരം, ഈ പ്രകൃതി, ഈ മുഴുവൻ എല്ലാം ഒരു പഞ്ചഭൂതത്തിൻ്റെ മിക്സ്ചറാണ്. ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, ഈ സർവം ഇതം സർവം യേന തതം തത് തു. ഏതൊരു കാരണവസ്തുവിലാണോ നിറഞ്ഞിരിക്കുന്നത്, ഈ പ്രപഞ്ചം ഏതൊരു വസ്തുവിലാണോ നിത്യനിരന്തരമായിട്ട് നിറഞ്ഞിരിക്കുന്നത്, ആ പൊരുൾ തത് തു അവിനാശി തു വിദ്ധി. തത് തു അവിനാശി വിദ്ധി.
അത് ഒരു കാലത്തും നശിക്കുന്നില്ല. അതൊരു കാലത്തും ഏതൊരു പൊരുളിലാണോ, ഏതൊരു ആനന്ദത്തിലാണോ എല്ലാം പ്രതിഷ്ഠയായിരിക്കുന്നത്, ആ പ്രതിഷ്ഠയായിട്ടിരിക്കുന്ന ബേസ്മെന്റിന് ഒരു കാലത്തും നാശമില്ല, സനാതനമാണ്, നാശമില്ലാത്തതാണ്. അത് നീ അറിയൂ. അവിനാശി വിദ്ധി, അതിനെ നീ അറിഞ്ഞോളുക. അവ്യവസ്യ അസ്യ വിനാശം കർത്തും കശ്ചിത് ന അർഹതി. ഒരു അഴിവും സംഭവിക്കാത്ത ആ പ്ലെയിനിന്, ആത്മാവിന് ഒരു കാലത്തും നാശമില്ല. ആ ആത്മാവിനെയോ ആർക്കും നശിപ്പിക്കാൻ പ്രാപ്തിയുമില്ല അത്രേ. അതിനെ കൊണ്ട് നീ അറിഞ്ഞുകൊള്ളുക. ഇതിനെ ആത്മാവിൻ്റെ ലക്ഷണത്തിനെയാണ് ഭഗവാൻ പറയണത്. അത് വിനാശമില്ലാത്തതാണ്, ഒരു കാലത്തും നശിക്കാത്തതാണ്. നാശമുള്ള എല്ലാം അതിൻ്റെ പുറത്ത് കാണപ്പെടണേ ഉള്ളൂ. അസ്ഥി, ബാധി, പ്രിയം, നാമരൂപം ഇല്ലാത്തതാണ്, ആരോപിതമാണ് അല്ലേ. എനിക്ക് ഒരു നാമം, വാസ്തവത്തിൽ എൻ്റെ പേര് ഏതോ ഒരു പേരിട്ട് വിളിക്കണം, ടിങ്കു, മങ്കു, രംഗു, സംഗു, എന്തൊക്കെയോ പേരിട്ട് വിളിക്കണം. വാസ്തവത്തിൽ ഈ പേര് ഞാനാണോ എന്ന് ചോദിച്ചാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ പേരൊന്നും എനിക്കില്ല. സ്വപ്നത്തിൽ ചിലപ്പോൾ വേറെ പേരായിരിക്കും. ഈ പേര് വെളിയിൽ ഫ്രണ്ടിൽ ഒരാൾ നടന്നു പോകണമെന്ന് വെച്ചോളാം. ആ നടന്നു പോകുന്ന ആളുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് കാശോ എന്തോ തറയിൽ പോയി, ബാക്കിൽ നിൽക്കുന്ന ആള് പേരൊന്നും അറിയില്ല, ഷൂ എന്ന് വിളിക്കും. ഉടനെ അയാൾ തിരിഞ്ഞു നോക്കും അല്ലേ, അയാളുടെ പേര് ഷൂ ആണോ, ആധാർ കാർഡിൽ അയാളുടെ പേര് ഷൂ ആണോ അല്ലേ. നമ്മുടെ സ്വാമി ഇത് രസകരമായിട്ട് പറയും. ആധാർ കാർഡിൽ അയാളുടെ പേര് ഷൂ ആയതുകൊണ്ടാണോ, അയാൾ ഷൂ എന്നൊരു അഭിമാനം ഉള്ളതുകൊണ്ടാണോ തിരിഞ്ഞു നോക്കിയത് അല്ലേ. ജസ്റ്റ് വിളിച്ചപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി, അയാളുടെ പേര് ഷൂവേ അല്ല. ഇതുപോലെ ഒരു ആരോപണം മാത്രമേ ഉള്ളൂ നമ്മുടെ നാമം. ഏതോ ഒരു വസ്തുവിന് പേര് കൊടുക്കണം അല്ലേ, എന്തൊക്കെയോ പേരിടണു, എന്തൊക്കെയോ ജാതിയുടെ പേര് അതിൻ്റെ പിന്നാലെ ഇടണു, എന്തിലൊക്കെയോ നമ്മൾ അഭിമാനം വെച്ചിരിക്കണം. ഇത് ജസ്റ്റ് ഒരു അഭിമാനം മാത്രം. നാമം, രൂപം അല്ലേ. ഞാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് കുറച്ച് ഭംഗിക്കുറവ് വരുമ്പോൾ ഞാൻ പോയി ഡൈ അടിക്കണു, ഞാൻ പോയി മേക്കപ്പ് ഇടണു അല്ലേ. അപ്പോൾ ഇത് രൂപത്തിനോ ഭാവത്തിനോ നമ്മൾ പോയി അഡിക്റ്റഡ് ആവണു, അറ്റാച്ച്ഡ് ആവണു. പക്ഷെ ഈ രൂപമോ ഭാവമോ എൻ്റേതേ അല്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് രൂപം, കണ്ണടച്ചിരുന്നാൽ എനിക്ക് എന്ത് രൂപം, കൊതുകടിച്ച് തടിച്ച് വീർത്താൽ കൂടെ ആരെങ്കിലും വേണം പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ ഒരു കണ്ണാടി വേണം പറഞ്ഞു തരാൻ അല്ലേ. നല്ല ഇരുട്ടായിരിക്കുമ്പോൾ ഞാനുണ്ട് എന്നറിയാൻ, എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുറവുമില്ല, ഞാനുണ്ട്, ഞാൻ പൂർണ്ണമാണ്. ആ പൂർണ്ണതയിൽ കാണപ്പെടുന്ന ചെറിയൊരു വെള്ള പേപ്പറിൽ ഒരു മഷി, കറുത്ത മഷി വീണെന്ന് വെച്ചോളാം, അല്ലെങ്കിൽ വെള്ള പേപ്പറിൽ എന്തൊക്കെയോ വരച്ചു എന്ന് വെച്ചോളാം. ആ പേപ്പറിന് ഇതൊന്നും ബാധിക്കണില്ല. ആ പേപ്പറിൻ്റെ പിന്നാലെ നോക്കി ഒന്നും ബാധിച്ചിട്ടില്ല, പേപ്പറായിട്ട് തന്നെ നിൽക്കണം. ഒരു സ്ക്രീനിനെ ഒന്നും ബാധിക്കണില്ല അല്ലേ. സിനിമ കാണുന്ന സമയത്ത് എന്തൊക്കെയോ കലഹങ്ങൾ നടക്കണു, അടിപിടി കൂടണു, തമ്മിൽ തല്ലണു, ചെളി വാരി പുറത്ത് പൂശണു, അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കണു, ചെളിയിൽ വീണു ഉരുളണു. ഈ ചെളിയോ ഒന്നും സ്ക്രീനിനെ ബാധിക്കാത്തതുപോലെ ഇത് എവിടെയാണോ പ്രതിഫലിക്കണത്, ഏതൊരു പ്രൊജക്റ്റിലാണോ ഇത് നടക്കണത്, ഏതൊരു പ്രൊജക്ടറാണോ ഇതിന് വെളിച്ചം കൊടുക്കുന്നത്, ആ പ്രൊജക്ടറിന് ഇതൊന്നും ബാധിക്കണില്ല. അതുപോലെ അവിനാശിതു തദ്വിദ്ധി, അത് ഒരു കാലത്തും ഇല്ലാതാവാത്തതാണ്. ഇതിന് ലക്ഷണം ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ തന്നെ കൊടുത്തിരിക്കുന്നു അല്ലേ. ഉപനിഷത്ത് ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ആത്മാവിൻ്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ ന ഉത്പാദ്യത്തെ ന ആപ്യത്തെ ന സംസ്കാര്യത്തെ ന വികാര്യത്തെ ന കർത്തൃഭോക്തൃരൂപം വ ന ഉത്പാദ്യതേ എന്ന് വെച്ചാൽ ഇതിനെ ഉത്പാദിപ്പിക്കാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ. ആത്മാവിനെ ഉണ്ടാക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ക്രിയേഷൻ ചെയ്തൊരു ഉണ്ടാക്കാൻ പറ്റില്ല. ന ആപ്യതേ, ഇതിനെ പോയി അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ഇതെവിടെയോ ദൂരത്തിരിക്കുന്ന പൊരുളായിരിക്കണം ഇതിനെ അറ്റൈൻ ചെയ്യണമെങ്കിൽ. രമണ മഹർഷി ആത്മവിദ്യാ കീർത്തനത്തിൽ നൊയ്യാർത്തമക്കുമുള കയ്യാമലകനി പൊയ്യായി ഒഴിയ മീകമെയ്യായി ഉള്ളത് ആത്മാ അയ്യേ അതിസുലഭം. ഒരു കൈ, ഉള്ളംകൈ നെല്ലിക്കനി അല്ലേ, ഒരു ഹസ്താമലക്കം, ഉള്ളംകൈയിൽ അടങ്ങിയ നെല്ലിക്കനി പോലും എത്രയോ ദൂരെയാണ്, കൈ കഴിക്കുമ്പോൾ അത് വിട്ടുപോകും, എത്രയോ ദൂരത്താണ് ഇരിക്കുന്നത്. ആത്മാവോ മികമെയ്യായി
സത്യസ്യ സത്യം, സത്യത്തിന് സത്യമായിട്ട് ആത്മാവ് നിത്യനിരന്തരമായിട്ട് വിളങ്ങണു. അതുപോലെ അറ്റൈൻ ചെയ്യാനുള്ളൊരു പൊരുളല്ല, നമ്മളെ ആത്മാവാണ്. രമണ മഹർഷി ഇതിനൊരു ദൃഷ്ടാന്തം പറയും. 2 പേര് കൂടി നിന്നിട്ട് പറയണു, ഈ ആത്മാവിനെ അറിയില്ല, ആത്മാനുഭവം ഇല്ല എന്ന് പറയണവര് ഗംഗയുടെ കരയിൽ നിന്നിട്ട് ദാഹിക്കണമെന്ന് പറയണ പോലെയാണ്. അപ്പൊ തൊട്ടടുത്തിരുന്ന ആള് പറഞ്ഞു, അല്ലല്ല, കഴുത്തറ്റം ഗംഗയിൽ മുങ്ങി നിന്നിട്ട് ദാഹിക്കണമെന്ന് പറയണത് പോലെയാണ്. രമണ മഹർഷി ചിരിച്ചിട്ട് പറഞ്ഞു, ഓയ് ഗംഗയെ ചൊല്ലത് ദാഹിക്കരുത്, ഗംഗയെ പറയണു ദാഹിക്കണു എന്ന് വെച്ചാൽ നമ്മൾ ആത്മാവാണ്. നമ്മളെ ഭാവത്തിൽ നമ്മൾ ശരീരം എന്ന് ഭാവിക്കണം അല്ലേ? ആത്മനാവിന്തതേ വീര്യം, ആത്മാവിൽ നിന്ന് വരുന്ന വീര്യത്തിനെ നമ്മൾ ശരീരത്തിന്റെ വീര്യമാണ് എന്ന് കരുതണു, ജഡത്തിന്റെ വീര്യമാണെന്ന് കരുതണു. അത് മനസ്സിന്റെ വീര്യമാണെന്ന് നമ്മൾ കരുതണു. വാസ്തവത്തിൽ വീര്യം എന്ന് പറയണതില്ല. ഇന്നിപ്പോ ഈ ടൗൺഷിപ്പ് ഡെവലപ്മെന്റ് മുഴുവൻ നോക്കൂ, ഒരു ആത്മാവിന്റെ വീര്യമാണത്. സർവൈവൽ എന്ന് വെച്ചാൽ ബ്രഹ്മത്തിനൊരു പേരാണ് സർവൈവൽ. എന്തൊക്കെയോ നമുക്ക് നിലനിൽപ്പിന് വേണ്ടി ചെയ്തു കൂട്ടുന്നു. ഇതെല്ലാം ആത്മാവിൻ്റെ തന്നെ വീര്യമാണ്. ആത്മനാവിന്തതേ വീര്യം വിദ്യയാവിന്തതേ അമൃതം. ആ ആത്മാവിൻ്റെ വീര്യമാണെന്ന് ആര് അറിയണോ, ആര് വിദ്യയിലൂടെ അറിയണോ, ആര് അതറിയണോ, അവൻ അമൃതത്വത്തിലേക്ക് പോയി വീഴണം. അതുകൊണ്ട് ആത്മാവിനെ എവിടെന്നെങ്കിലും നേടേണ്ടതല്ല. ഞാനേ സ്വരൂപം, ആത്മാവാണ് ഞാൻ. അതുകൊണ്ട് ആപ്യതയെ അതിനെ നേടാൻ പറ്റില്ല. നമ്മളൊക്കെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, നിത്യസിദ്ധമായിട്ട് കിട്ടിയ ആത്മാവിനെ നമ്മൾ നേടണം എന്ന് വിചാരിച്ച് സത്സംഗത്തിലോ ഏതോ ഉപനിഷത്തിലോ ഒക്കെ പോയി കേൾക്കണം. നിത്യനിരന്തരം നമുക്ക് കിട്ടിയിട്ടുള്ളതിനെ നമ്മൾ കിട്ടിയിട്ടില്ല, തേടണം, കിട്ടണം, നേടണം എന്ന് വിചാരിച്ചിരിക്കണോ. കിട്ടിയിട്ടില്ലാത്ത ഈ ശരീരം, അനിത്യമായ ഈ ശരീരം എനിക്ക് ഉള്ളതെന്ന് ഭാവിക്കണം. നോക്കൂ, എന്തൊരു കോൺട്രഡിക്റ്ററി ആണെന്ന് നോക്കൂ. ഈ ബ്രഹ്മസൂത്രത്തിൽ വരും മിക്സിങ് അല്ലേ? ആത്മാവിനെയും കൊണ്ട് മിക്സ് ചെയ്യണം. ആത്മാവിൻ്റെ അമരത്വത്തിനെ എടുത്ത് ശരീരത്തിന് ആരോപിക്കണം, എന്നിട്ട് ദുഃഖിക്കണം. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ലാത്ത പൊരുളിൽ പോയി എന്തോ ഉള്ളതുപോലെ ആരോപിച്ചിട്ട് ദുഃഖിക്കണം. മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു വിചിത്ര ജീവിയാണ് അല്ലേ? പക്ഷേ ആദ്യമേ നമുക്ക് പോയി ഇങ്ങനെ ആത്മാനുഭൂതിയിൽ ഇരിക്കാൻ പറ്റില്ല. നിത്യനിരന്തരം അഭ്യാസേന തു കൗന്തേയ, അഭ്യാസത്തിലൂടെ അല്ലേ? കൃഷ്ണൻ എന്താ പറയാണ്, ഉപദേശിക്കാൻ പോവാണ് ഇനി അങ്ങോട്ട്. അഭ്യാസത്തിലൂടെ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. ഈ ഭയത്തിനെ അല്പം സ്വല്പമായിട്ട് അഭ്യസിച്ച് ഉപനിഷത്ത് പ്രോക്തമായതിനെ അഭ്യസിച്ച് ശനൈഹി ഉപരതിഹി പതുക്കെ നമുക്ക് എല്ലാത്തിനോടും ഒരു ഡിറ്റാച്ച്മെന്റ് വന്ന് ആത്മാനുഭവത്തിൽ ഒരു അനുഭൂതി ഏർപ്പെടും. അത് പതുക്കെ വരുള്ളൂ. അപ്പോൾ ന ഉത്പാദ്യത്തെ ന ആപ്യത്തെ ന സംസ്കാര്യത്തെ. ഇതിനെ സംസ്കരിച്ച് വേറൊന്നാക്കാം, ഇവോൾവ് അല്ലേ? പരിണാമ സിദ്ധാന്തം നമ്മൾ പൊതുവിൽ പറയണം. നമ്മൾ ഇവിടെ ആത്മാവൊന്നുമില്ല, ഇവിടെ പരിണാമ സിദ്ധാന്തമാണ് നടന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഈ പരിണാമം എവിടെയാണ് നടന്നത് ആർക്കും പറയാനില്ല. ഇത് പരിണാമങ്ങളൊക്കെ നടക്കണു, ഓക്കെ, എവിടെ നടന്നു? വേർ ഇറ്റ് ഒക്കേഴ്സ്. ബിഗ് ബാങ് തിയറി പറയണു അല്ലെ? ബിഗ് ബാങ് തിയറി, ഒരു പൊട്ടിത്തെറിയിൽ നിന്നും പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയണു. എന്നാൽ എവിടെയാ ഈ പൊട്ടിത്തെറി ഉണ്ടായത്? ഇനി എനർജിയാണ് സർവം എന്ന് പറയുന്നത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജിയാണ് ഇവിടെ ഉള്ളത് എന്ന് പറയണു. എനർജിയുടെ സ്പന്ദനം, ഒരു പ്രാണന്റെ സ്പന്ദനമാണ് ഇവിടെ എല്ലാം ഉള്ളതെന്ന് പറയണു. പക്ഷെ ഈ പ്രാണൻ എവിടെ സ്പന്ദിക്കണു അതിനെക്കുറിച്ച് അറിയില്ല. വേർ ഇറ്റ് ഒക്കേഴ്സ്, ഇതിനെയാണ് ബ്രഹ്മവിദ്യ പറയണത്. ഇതാണ് ആത്മാ. ഒരേ ഒരു ആത്മാവിലാണ് സർവവും പ്രതിഷ്ഠയായിട്ടിരിക്കുന്നത്. സർവം പുച്ഛം പ്രതിഷ്ഠ, മഹഃ പുച്ഛം പ്രതിഷ്ഠ എന്ന് തൈത്തിരീയ ഉപനിഷത്ത്. മഹഃ എന്ന ശബ്ദം ആത്മാന്ന് തന്നെ അർത്ഥം, ബ്രഹ്മാന്ന് തന്നെ അർത്ഥം. അതാണ് മഹർഷി. അത് കറക്റ്റ് വാച്യാർത്ഥമല്ല. മഹഃ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ആരാണോ ബ്രഹ്മനിഷ്ഠമായിട്ടിരിക്കുന്നത് അവനാണ് മഹർഷി. ഒരു നൊടി നേരത്തു കൂടെ ബ്രഹ്മനിഷ്ഠയിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുന്നത് ആരോ അവനാണ് മഹർഷി. ബ്രഹ്മം തന്നെ. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്ന് പറയുന്നത് പോലെ ആത്മവിത്ത് ആത്മൈവ ഭവതി. ആരാണോ ആത്മാവിനെ അറിയണത് അവൻ ആത്മാവായി തന്നെ തീരും. അവൻ അനാത്മാവായിട്ട് തീരാനേ പറ്റില്ല. അപ്പം ന സംസ്കാര്യത്തെ,
നവികാര്യത്തെ ഇല്ലാതാക്കി കളയാൻ പറ്റില്ല. ആത്മാവിനെ അങ്ങോട്ട് ആർക്കെങ്കിലും ഇല്ലാതാക്കാൻ പറ്റുമോ? അവിനാശിതു തദ്വിദ്യ. അതിനെ വിനാശം ചെയ്യാന്ന് ആരെങ്കിലും അറിഞ്ഞാൽ നീ ഒരു കാലത്തും ഇല്ലാതാവാത്ത പൊരുൾ, ആ നിന്റെ സ്വരൂപത്തെ ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. ന ഗ്രാഹ്യത്തെ ന ത്യജ്യത്തെ. അത് നിനക്ക് ത്യജിക്കാൻ കൂടെ പറ്റില്ല, നിനക്ക് കൂടെ ഇല്ലാതാക്കാൻ പറ്റില്ല. ആരാലും കൊല്ലപ്പെടുത്താനോ ഇല്ലാതാക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് നവികാര്യത്തെ ന കർത്തൃഭോക്തൃരൂപം വാ. ആത്മാവിന് അത് കർത്താവെന്നും ഭോക്താവെന്നും ഉള്ള ഒരു ചിന്തയുമില്ലാത്ര. ആത്മാവാണ് സർവം നടത്തുന്നത്. ഏതൊരു പൊരുളാണോ സർവത്തിനെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനതിൻ്റെതായ കർത്തൃത്വബോധമില്ല, അഹംഭാവമില്ല. ഇല്ല, സൂര്യൻ എന്താ അഹങ്കാരം? സൂര്യൻ രാവിലെ ഉദിക്കണു, സൂര്യൻ വന്നിട്ട് ചെടിക്ക് വെള്ളം ഒഴിച്ചോ ഇല്ല ആർക്കെങ്കിലും ഇടയിൽ ഉണരിടാന്ന് പറഞ്ഞോ, ഒന്നുമില്ല. സൂര്യൻ്റെ പ്രകാശം സാന്നിധ്യം തന്നെ ചെടി വളർന്നു, പലർക്കും അഭയമായി നിന്നു, അല്ലേ? അതിൻ്റെ സാന്നിധ്യം തന്നെ വന്നു. അതുപോലെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പലതും ഒക്കർ ചെയ്യണം, പല വിഷയങ്ങളും സന്നിധിയിൽ തന്നെ പലതും നടക്കണം, പല ക്രമീകരണങ്ങളും നടക്കണം. അവിനാശിതു തദ്വിദ്യ. അതിന് കർത്തൃഭോക്തൃരൂപവുമില്ല, ഞാൻ അനുഭവിക്കണമെന്നുള്ളൊരു ഭാവവുമില്ല. അനുഭവമേ സ്വരൂപം, കേവല ആനന്ദരൂപം. അനുഭവം, ആനന്ദമെന്ന അനുഭവമേ ആത്മാവിൻ്റെ സ്വരൂപം. അല്ലാതെ ആത്മാവ് ഇതിനെ അനുഭവിക്കണോ, ഞാൻ ഇതിനെ അനുഭവിക്കണോ, എനിക്ക് ആത്മാവിൻ്റെ അനുഭൂതി കിട്ടി, എനിക്ക് മാറിയ ആത്മാനുഭൂതി മാത്രമേ ഉള്ളൂ. ഒരാൾ മഹർഷിയുടെ അടുത്ത് കൂടെ ഇരുന്ന് ചർച്ച ചെയ്തിരുന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, ഈ തത്വമെല്ലാം എനിക്ക് ഇൻ്റലക്ച്വലി അറിയണോ ഭഗവാനെ, പക്ഷെ അനുഭവമില്ല ഭഗവാനെ. ഇത് അനുഭവം വരണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണ്ടേ എന്ന് ചോദിച്ചു. അരുളും വേണ്ടുമേ ഭഗവാനെ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ റിപ്ലൈ ചെയ്തത്, അരുളുതാ ഇറുക്കുപോയി നീ കുറുക്ക വരാമ ഇരുന്നാ പോരും. ഇവിടെ ഉള്ളത് അനുഗ്രഹം മാത്രമേ ഉള്ളൂ. സദാശിവാനുഗ്രഹത, സദാ മംഗളമായിട്ടുള്ള അനുഗ്രഹമുണ്ട്. പക്ഷെ നീ അതിനെ അറിയണില്ല, നീ അനാത്മമായിട്ടുള്ള വസ്തുവിനെ പിടിക്കുന്നു. അരുള് താൻ ഇറുക്കുപോയി നീ കുറുക്ക വരാമിരുന്ന നീ എന്നുള്ളൊരു അഭിമാനം, നീ ഇതിനെ അനുഭവിക്കണമെന്നുള്ളൊരു അഭിമാനം, നിനക്കൊരു കർത്തൃത്വ ബോധം, ഒരു ഭോക്തൃത്വ ബോധം ഉണ്ടെങ്കിൽ ആ ഭാവം അങ്ങോട്ട് മാറ്റിവെച്ച അനുഭവം മാത്രമായിട്ട് വിളങ്ങും. ഇതിനെയാണ് ഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തിലൂടെ ഉപദേശിക്കണത്. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യ ഉക്താ ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തമാദുദ്യസ്വ ഭാരത. അപ്പോൾ ഉള്ള പൊരുളുടെ രഹസ്യം ഭഗവാൻ നമുക്കിപ്പോൾ പറഞ്ഞു തന്നു. ഉള്ള പൊരുളിലാണ് ഈ പ്രപഞ്ചം കാണപ്പെടുന്ന സർവം. ഈശാവാസ്യമിതം സർവം, സർവവും മൂടപ്പെട്ടിരിക്കണം, സർവവും ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കണം, സർവവും ഒരേ ഒരു പ്ലെയിനിലാണ് ഒക്കർ ചെയ്യണതെന്ന് ഭഗവാൻ ആത്മാവിൻ്റെ ലക്ഷണം പറഞ്ഞു. ഇനി ജഡത്തിൻ്റെ ലക്ഷണമാണ് ഭഗവാൻ പറയണത്. എന്താ പറയണതെന്ന് വെച്ചാൽ, അന്തവന്ത ഇമേ ദേഹ നിത്യസ്യ ഉക്താഹ ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാദുദ്യസ്വ ഭാരത. ഭാരത, അല്ലയോ അർജുന, അല്ലയോ രാജാവേ, രാജശ്രേഷ്ഠ, ഒരു രാജ്യപരിപാലനം നടത്തുന്ന ആളെ, നിത്യസ്യ അനാശിനഃ, നിത്യവും നാശമില്ലാത്തതും, അപ്രമേയസ്യ, ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ നമുക്കറിയാൻ പറ്റാത്തതോ ഒരു രോഗമോ ഒന്നും വരാത്തതോ ആയിട്ടുള്ളതും, അപ്രമേയ എന്ന് വെച്ചാൽ ഒരു കാലത്തും അഴിവ് സംഭവിക്കാത്തതായിട്ടും ഉള്ളതുമായിട്ടുള്ള ശരീരിണഃ, ജീവാത്മാവിൻ്റെ, ഒരു ആത്മാവിൻ്റെ ലക്ഷം. ഇമേ ദേഹ, ഈ ദേഹങ്ങൾ അന്തവന്ത ഉക്താഹ, അവസാനിക്കുന്നു. ഈ ദേഹം കൊണ്ട് നമുക്ക് ആത്മാവിനെ അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. മനസ്സുകൊണ്ട് നമുക്ക് ആത്മാവിനെ അറിയാൻ പറ്റുമോ? ഇല്ല, അല്ലേ?
എന്താ ഉദാഹരണം? എന്താ നമുക്കൊരു ദൃഷ്ടാന്തം കൊടുക്കാൻ പറ്റണത്? മനസ്സുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുമോ? ഇപ്പോൾ നമ്മളിപ്പോൾ ജാഗ്രതയിൽ ഉണർന്നിരിക്കണം അല്ലേ? ഇപ്പം നമുക്ക് മനസ്സ് എല്ലായിടത്തും പോയി വീണു. കേനേഷിതം പദ്ധതി പ്രേഷിതം മനഃ. മനസ്സ് പോയി പലതിലും പോയി പതിക്കണം. മനസ്സ് പോയി നല്ലതിൽ പതിക്കണു, ചീത്ത ഇതിൽ പതിക്കണു അല്ലേ? എൻ്റെ മോനിൽ പതിക്കണു, എൻ്റെ അച്ഛനിൽ പതിക്കണു. കുറച്ച് നേരം മനസ്സ് അതായി മാറണു അല്ലേ? എൻ്റെ അച്ഛൻ വന്ന് എന്തോ പറയുമ്പോഴേ എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് അച്ഛനായി മാറണു. കോൺസെൻട്രേഷൻ പൂർണ്ണമായിട്ട് അച്ഛനിൽ പോയി. ഒരു 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 ക്ഷേത്രത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മനസ്സ് ആ വിഗ്രഹമായി മാറണു, ഭഗവാനായി മാറണു. പൂർണ്ണമായിട്ട് ആ മനസ്സെന്നൊരു പാർട്ടിക്കിളിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. മാറ്റി വച്ചിട്ട് ഇതാണ് മനസ്സ് എന്നൊരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ മനസ്സ് പലതുമായിട്ട് നിൽക്കും. വെളിയിൽ പ്രപഞ്ചമായിട്ട് നിൽക്കും, പ്രകൃതിയായിട്ട് നിൽക്കും, മനുഷ്യനായിട്ട് നിൽക്കും, മൃഗങ്ങളായിട്ട് നിൽക്കും, എല്ലാമായിട്ടും സർവമായിട്ടും മനസ്സ് നിൽക്കും. അപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഈ മനസ്സ് സർവത്തിനെയും ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണോ? ഉറങ്ങിക്കഴിയുമ്പോൾ കണ്ടതിനെ വച്ചിട്ട് ഈ മനസ്സ് ഉള്ളിലൊരു സിനിമ കാണിക്കണം. ഉള്ളിലൊരു സിനിമ കാണിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ? യം യം ലോകം മനസ്സാ സംവിഭാതി. ഏതൊക്കെ ലോകമാണോ മനസ്സുകൊണ്ട് നമ്മൾ കണ്ടത്, ആ ലോകമാണ് സ്വപ്നത്തിലൂടെ നമ്മൾ ദർശിക്കുന്നത്. ആ സ്വപ്നത്തിലൂടെ നമ്മൾ അതെല്ലാം കാണണം അല്ലേ? അപ്പോൾ ശരീരം പോയി ഏതോ ഒരു സ്വപ്നത്തിൽ പലതും നിൽക്കണു ഇല്ലേ? എല്ലാം ഒന്നായിട്ട് കാണും. അപ്പോൾ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട് സ്വപ്നത്തിൽ. ഇനി സ്വപ്നവും കടന്ന് സുഷുപ്തി എന്നൊരു നിലയിൽ പോയാൽ, ഡീപ്പ് സ്ലീപ്പ് എന്നൊരു നിലയിൽ പോയാൽ അവിടെ എന്തുണ്ട്? ഒന്നുമേ ഇല്ല എന്ന് പറയുന്നു. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമേ ഇല്ല. എന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റിയാൽ അത് ഡീപ്പ് സ്ലീപ്പുമല്ല. ഡീപ്പ് സ്ലീപ്പിൽ ഒന്നുമേ ഇല്ല. എന്നാൽ കാലത്ത് എണീറ്റിട്ട് മനസ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താ അവിടെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ തൊട്ടടുത്തിരിക്കുന്ന ഒരു പൊരുളിന് മനസ്സിന് അറിയാൻ പറ്റണില്ല. എന്താന്ന് വെച്ചാൽ മനസ്സിന് എത്താൻ പറ്റില്ല അവിടേക്ക്. ആ പ്ലെയിനിൽ മനസ്സിന് പ്രവേശനമേ ഇല്ല. അപ്പം മനസ്സുകൊണ്ട് നമ്മൾ എങ്ങനെ ആത്മാവിനെ അറിയും? ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ നമ്മൾ എങ്ങനെ ആത്മാവിനെ അറിയും എന്ന് ചോദിച്ചാൽ അവിടെ എന്തോ ഒരു അറിവുണ്ട്. എന്താ അറിവ്? നമുക്ക് ഞാൻ ഉണ്ട് എന്നൊരു അറിവുണ്ട്. ഞാൻ സുഖമായിട്ടിരുന്നു എന്ന് അറിഞ്ഞു. പക്ഷെ അവിടെ മനസ്സില്ല. അപ്പോൾ സുഖമായിട്ട് ഞാൻ ഇരിക്കണമെന്ന് അറിയാൻ എനിക്കൊരു മനസ്സിൻ്റെ ആവശ്യമില്ല. അവിടെ ഒരു മനസ്സിൻ്റെ ആവശ്യമില്ല. എനിക്ക് സുഖത്തിന് മനസ്സിന് ആവശ്യമില്ല. മനസ്സുള്ളിടത്തോളം നമുക്ക് സുഖമില്ല. മനസ്സില്ലാതാവുമ്പോൾ സുഖമേ എൻ്റെ സ്വരൂപം. എൻ്റെ സ്വരൂപമേ സുഖം, സത്ത്, ചിത്ത്, ആനന്ദം. ആനന്ദം എൻ്റെ സ്വരൂപമാണ്. ഒന്നുമില്ലാത്തടത്തോട്ട് എന്തിനാ നമ്മൾ വീണ്ടും വീണ്ടും പോണത്? എത്ര പ്രിയപ്പെട്ടവർ വന്ന് വിളിച്ചുണർത്തിയാലും കുറച്ച് നേരം കൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കണത് എന്തുകൊണ്ടാണ്? അവിടെ ആനന്ദമുണ്ട്. അവിടെ ഒന്നും ചെയ്യാതെ തന്നെ ആനന്ദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ശരീരം നാശമുള്ളതാണ്. ഈ ശരീരം കൊണ്ടോ ഈ പ്രമേയം എന്ന് വെച്ചാൽ ഈ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. ഇന്ദ്രിയവേദ്യമായിട്ടുള്ളതല്ല ആത്മാവ്. ആത്മാവ് ഇന്ദ്രിയം എങ്ങനെ ഉണ്ടായി? ആത്മാവ് കൊണ്ടാണ് ഇന്ദ്രിയം എന്നല്ലാതെ ഇന്ദ്രിയം കൊണ്ട് നമുക്ക് ആത്മാവിനെ അറിയാൻ പറ്റില്ല. ഇന്ദ്രിയവേദ്യമല്ല ആത്മാവ്. അപ്പം അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് തിട്ടപ്പെടുത്താൻ കഴിയാത്തതായിട്ടുള്ള ഈ ആത്മാവിനെ ഈ ദേഹങ്ങൾ മനസ്സിലാക്കണില്ല എന്ന് ഉക്താഹ എന്ന് വെച്ചാൽ ഉക്താഹ എന്ന വാക്ക് ഭഗവാൻ അവിടെ ഉപദേശിക്കുകയാണ്. നോക്കൂ, അവിടെ സാക്ഷാത് കൃഷ്ണനാണ് ഉപദേശിക്കുന്നത്. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ മഹിമ. കൃഷ്ണൻ ഉപദേശിക്കണു. അവിടെ ഞാൻ പറയണമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കൃഷ്ണൻ പറഞ്ഞു ഉക്താഹ. ആര് പറയണു? തത്വദർശികൾ പറയണു അല്ലേ? നേരത്തെ പറഞ്ഞു ഇതിൻ്റെ രഹസ്യം തത്വദർശികൾ, തത്വത്തെ അറിഞ്ഞിരിക്കണവർ പറയണു. ഇത് ശുശ്രുമപൂർവേഷാം എന്ന് കേനോപനിഷത്തിൽ വരും. ഇത് ശുശ്രുമപൂർവേഷാം, പൂർവികരാൽ ഇത് പറയപ്പെട്ടിരിക്കുകയാണ്, അറിയപ്പെട്ടതാണ്. പൂർവികരാൽ ഈ വിദ്യയെ തന്നിരിക്കണു. അതുകൊണ്ട് ഈ വിദ്യത അറിഞ്ഞുകൊള്ളുക. ഈ ശരീരം നാശമുള്ളതാണ്.
ആത്മാവോ നാശമില്ലാത്ത പൊരുളാണ്. തസ്മാത് യുദ്ധസ്വ. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ അർജുന. നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാതെ യുദ്ധം ചെയ്യൂ. നീ ഏതൊക്കെയോ ഇല്ലാത്ത പൊരുളിനെയാണ് നീ എന്ന് കരുതണത്. ബ്രഹ്മമോ ഒരു കാലത്തും നിനക്ക് അറിയാൻ പറ്റാത്തതായിട്ടുള്ള, ഈ മനസ്സുകൊണ്ട് നിനക്ക് അറിയാനേ പറ്റില്ല. നീ ഈ ശരീരം എന്ന് കരുതിയിട്ടാണ് നീ ഇപ്പൊ പിന്തിരിഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ നീ ശരീരമല്ല. നിന്റെ എതിരാളിയായിട്ട് നിൽക്കണ നിന്റെ സ്വജനങ്ങളോ ശരീരമില്ല. ഈ ശരീരത്തിനെ നമുക്ക് ഹാനി വരുത്താൻ സംഭവിക്കുകയുള്ളൂ. ആത്മാവിനെ ആരും കൊല്ലണമില്ല. ആരും കൊല്ലപ്പെടുത്താൻ തക്കതായിട്ട് ശക്തിയുമില്ല. അതുകൊണ്ട് തസ്മാത് യുദ്ധസ്വ. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ അർജുന എന്ന് ഭഗവാൻ പറഞ്ഞു. ഇവിടെ ആത്മാവിൻ്റെ സ്വരൂപത്തെയാണ് ഭഗവാൻ 3 ഉപദേശം കൊടുത്തു. എന്താണ്? നിത്യമാണ്, നിത്യം, അനാശിഹി, അപ്രമേയം. അപ്രമേയോ ഹൃഷികേശഃ പത്മനാഭോ അമരഃ പ്രഭുഃ. ഭഗവാന്റെ തന്നെ നാമമാണ് അപ്രമേയൻ എന്ന് വെച്ചാൽ ഈ ഒരു രോഗവും ബാധിക്കാത്തതായിട്ടുള്ളത്. രോഗം എന്ന വാക്കിന് ഇന്ദ്രിയം എന്ന് തന്നെ അർത്ഥം. ഇന്ദ്രിയം വെളിയിൽ പോയി എന്തൊക്കെ സമ്പാദിച്ചുകൊണ്ട് വരണോ ഇതൊക്കെ ഇന്ദ്രിയങ്ങൾ പല പല രോഗത്തെയാണ് നമുക്ക് സമ്പാദിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കണ്ണ് കാണണത് ഒരു രോഗം വരും നമുക്ക്, കാത് കേൾക്കണത് രോഗം ഉണ്ടാക്കും, അല്ലേ? ഏതോ ഒരു കാര്യം, ഏതോ ഒരു തെക്തമായിട്ടുള്ള കാര്യം, ഏതോ ഒരു അടുത്ത ആൾക്ക് എന്തോ സംഭവിച്ചു എന്ന് കേട്ട മാത്രയിൽ നമുക്ക് ഡൈജഷൻ പ്രോബ്ലം വരണു, നെഞ്ചിടിക്കണു, അല്ലേ? ജസ്റ്റ് ഒരു വാക്ക്, ഒരു വേർഡ്, ദാറ്റ് ഈസ് നോട്ട് എ വേർഡ്, ഇറ്റ് ഈസ് എ സ്വേർഡ് എന്ന് പറയും. വേർഡ് അല്ല, അത് സ്വേർഡാണ് എന്ന് വെച്ചാൽ ഒരു വാളാണ്, ഒരു വേർഡ്, അല്ലെ? മുറിവേൽപ്പിക്കണു ഒരു വാക്ക്, ഒരു വാക്ക് മുറിവേൽപ്പിക്കണു നമുക്ക്, ഇല്ലേ? നമ്മൾ രോഗം വരണു, അതുകൊണ്ട് കേൾക്കണത് രോഗം വരണു, മണക്കണു, എന്തോ മണം വരണു. ഈ മണത്തിനെ തേടി തേടി പോയി എന്തൊക്കെയോ നമ്മൾ കാട്ടിക്കൂട്ടണു, അത് നമുക്ക് രോഗത്തിന് അവസ്ഥ വരണു. രുചി നമുക്ക് രോഗം തരണു, അല്ലേ? നാവിൻ്റെ രുചി നമുക്ക് രോഗത്തെ തന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അപ്രമേയ ആത്മാവോ ഒരു രോഗവും ബാധിക്കാതിരിക്കണു, ഒരു വാർദ്ധക്യവും ബാധിക്കാതിരിക്കണു, നിത്യയൗവനമായിട്ടിരിക്കണു ആത്മാവ്, നിത്യനിരന്തരമായിട്ടിരിക്കണു, ഉള്ള പൊരുൾ. അതിന് നിത്യം എന്ന പേര്. ഈ 3 പേരിലാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റതോ ശരീരത്തിനൊരു പേരാണ് മൃത്യു, ദേഹത്തിന് ഒരു പേര് മൃത്യു എന്ന പേര്. അന്നത്തിന് ആക്ച്വലി അന്നമാണ് ശരീരമായിട്ടിരിക്കുന്നത്, പിണ്ഡം ആയിട്ടിരിക്കുന്നത് അന്നമാണ്. അതുകൊണ്ടാണ് ബലി കഴിപ്പിക്കുമ്പോൾ പിണ്ഡം വയ്ക്കണത്. ദർപ്പാസനത്തിൽ പിണ്ഡമാണ് അന്നമയമായിട്ടുള്ള ശരീരം, എൻ്റെ പിതൃൻ്റെ ശരീരം എന്നുള്ളൊരു ഭാവമാണ്. അതുപോലെ ഈ അന്നമയമായിട്ടുള്ള ശരീരം, ഈ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അന്നത്തിലൂടെയാണ്. ഈ അന്നമാണ് ശരീരമായിരിക്കുന്നത്. നമ്മൾ അന്നം കഴിക്കണമെന്ന് പറയണു, വാസ്തവത്തിൽ അന്നമാണ് നമ്മളെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അന്നം കഴിക്കണമെന്ന് പറയണു, അന്നം നമ്മളെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇന്നലെ വരെ അന്നമായിട്ട് നിന്ന ഒരു പൊരുളിനെയാണ് നമ്മൾ കഴിക്കണതെന്ന്, അല്ലേ? അന്നം എന്താ? ഒരു ചോറ്. ആ ചോറ് നമ്മൾ കഴിച്ചാൽ ആ ചോറ് ഞാനായിട്ട് നിൽക്കും. ഇന്നീ കാണപ്പെടുന്ന ശരീരം ഞാൻ എന്ന് പറയണമല്ലോ, ഇതെല്ലാം അന്നമയമാണ്. ഇന്നലെ കഴിച്ച ചോറാണിത്. ഒരു 10 ദിവസം മുമ്പ് കഴിച്ച എന്തൊക്കെയോ ആണ് ഞാൻ ഇന്ന് അന്നമയമായ ഒരു ശരീരമായി രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്നത്തിന് മൃത്യു എന്ന് പേരുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ജനലിലോ നമ്മൾ ചുവരിലോ ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന പല്ലി എല്ലാ വീട്ടിലും ഉണ്ട്, അല്ലേ? എല്ലാ വീട്ടിലും ഒരു ക്ലോക്കിൻ്റെ ബാക്കിലാണ് ഈ പല്ലിയുടെ വീട് എപ്പോഴും. ഏതൊരു ക്ലോക്കോ ഒരു ചിത്രമോ അതിൻ്റെ പിന്നാലെ നോക്കിയാൽ സൗഖ്യമായിട്ട് പല്ലി ഇരിക്കുന്നത് കാണാം. ഒരു പല്ലി സുഖമായിട്ട് വ്യവഹാരം ചെയ്യും. ഈ പല്ലി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു ഈച്ചയോ പക്കിയോ എന്തെങ്കിലും വന്നിരുന്നാൽ പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞ് അത് തിന്നും. നോക്കൂ, അതിന് അന്നമാണ്. പക്ഷെ ഒന്നിന് അന്നം, ഒന്നിന് മൃത്യു. അന്നം ഒരേ ടൈം മൃത്യുവിനെ കൊടുത്തു. ഒരേ ടൈം, അറ്റ് എ ടൈം, ഒന്നിന് അന്നം, ഒന്നിന് മൃത്യു. ഇതെന്ത് ചെയ്തു? ഈ മൃത്യു എന്തായി? അന്നമായിട്ട് തന്നെ ഇരുന്നു. ഒരാൾക്ക് അന്നമായി മാറി, അയാളായി മാറി. ആ ഈച്ചയാണ് അയാളായി മാറിയിരിക്കുന്നത്. യദന്ന പുരുഷോഭവത്തി, ഏതന്നമാണോ പുരുഷനായിട്ട് മാറിയത് ആ അന്നത്തിന് മൃത്യു എന്ന് പേര്. അതുകൊണ്ട് ഈ ശരീരം, അന്നമയമായിട്ടുള്ള ഈ ശരീരം മൃത്യുവാണ്.
അതുകൊണ്ട് അമൃതത്വം നിന്റെ ആത്മാവാണ്, അന്നം മൃത്യുവാണ്, ഈ ശരീരം മൃത്യുവാണ്, ആത്മാവ് അമൃതമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കണു. അടുത്ത ശ്ലോകത്തിൽ യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ഉപനിഷത്ത് പ്രോക്തമായിട്ടുള്ള ഉപനിഷത്ത് വാക്യം തന്നെ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ അർജുനൻ ഉപദേശിക്കുകയാണ്. കൃഷ്ണൻ ആ ടൈമിൽ കഠോപനിഷത്ത് പഠിച്ചിട്ട് വന്നു എന്ന് തോന്നുന്നു. കഠോപനിഷത്ത് പ്രോക്തമായിട്ടുള്ള മന്ത്രത്തെ തന്നെയാണ് അർജുനന് കൃഷ്ണൻ ഉപദേശിക്കുന്നത്. ഹന്താ ചേന്മന്യതേ ഹന്തും ഹന്തശ്ചേത്മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ചെറിയ വാക്കൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുകയാണ് ഉപനിഷത്ത് പ്രോക്തമായിട്ടുള്ള മന്ത്രം. ആരാണോ ഈ ആത്മാവിനെ കൊല്ലുന്നവനായി അറിയണത്, കേനോപനിഷത്തിൽ വേറൊരു മന്ത്രം വരും, നാഹം മന്യസു വേദേതി നോന വേദേതി വേദച്ച. ആരാണോ ആത്മാവിനെ നല്ലവണ്ണം അറിഞ്ഞു എന്ന് പറയണത് അവൻ അറിഞ്ഞിട്ടില്ല. ആരാണോ അറിയുന്നില്ല എന്ന് പറയണോ അവൻ അറിവേ സ്വരൂപമാണ് എന്ന് കേനോപനിഷത്ത് മന്ത്രം. അതുപോലെ ഇവിടുത്തെ മന്ത്രം എന്താ? ആരാണോ ഈ ആത്മാവിനെ ഇല്ലാതാക്കാൻ പ്രാപ്തനാണ്. ഇപ്പൊ മന്ത്രവാദികളൊക്കെ പറയുന്നുണ്ട് ഈ ആത്മാവിനെ പിടിച്ച് കെട്ടണു, അതിനെ കെട്ടണു, ഇതിനെ കെട്ടണു എന്നൊക്കെ. ആത്മാ എന്ന വാക്കിന് മനസ്സ് എന്ന് കൂടെ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ എടുത്താൽ അത് ഓക്കെയാണ്. ആത്മാ എന്ന വാക്കിന് ശരീരം എന്ന് അർത്ഥമുണ്ട്, ആത്മാവ് എന്ന് തന്നെ അർത്ഥമും ഉണ്ട്. അപ്പോൾ ഏതൊരു സെൻറ്റൻസിൽ ഏതൊരു തരത്തിലാണോ ഇതിനെ പ്രോക്തമായത് പറഞ്ഞിരിക്കുന്നത് ആ തരത്തിൽ നമ്മൾ അർത്ഥം എടുക്കണം. അതുകൊണ്ട് മന്ത്രവാദികൾ പിടിച്ച് കെട്ടാൻ പോണ ആത്മാവ് കൃഷ്ണൻ ഇവിടെ പറയണ ആത്മാവല്ല, അതും ഇതുമായിട്ട് കൊളാബറേറ്റ് ചെയ്യേ ചെയ്യരുത്. ഭഗവത്ഗീതയിൽ ഭഗവത്പാദാൾ ആചാര്യസ്വാമികൾ ആദ്യമേ പറഞ്ഞു, ഏതൊരു ഭഗവത്ഗീതയാണോ വ്യാഖ്യാനം ചെയ്ത് തെറ്റിക്കാൻ പറ്റണത് ആ ഭഗവത്ഗീതയാണ് ഞാൻ വ്യാഖ്യാസ്യാമ, ഞാനിവിടെ വ്യാഖ്യാനിക്കാൻ പോണത് എന്ന് പറഞ്ഞു. ദൃഢനിഷ്ഠതയോടുകൂടി പറഞ്ഞു. അപ്പം അതുകൊണ്ട് ആരാണോ ആത്മാവിനെ കൊല്ലുന്നത് എന്ന് അറിയണത് അവൻ, അല്ലെങ്കിൽ ആത്മാവിനെ കൊല്ലപ്പെട്ടതായിട്ട് അറിയപ്പെടുന്നത് അവൻ വാസ്തവത്തിൽ സത്യത്തിനെ വേർതിരിച്ചറിയുന്നില്ല, നിത്യത്തിനെ അറിയുന്നില്ല. ന വിജാനീത, അവൻ അറിയുന്നേ ഇല്ല. അയം ന ഹന്തി ന ഹന്യതേച്ച, ആത്മാവ് കൊല്ലുന്നുമില്ല കൊല്ലപ്പെടണമില്ല. അതുകൊണ്ട് നാസ്തി പുണ്യം ന പാപം. എങ്ങനെയുള്ള അർജുനനാ ഉപദേശിക്കണത്? തത്വത്തെ അറിഞ്ഞ ധർമ്മനിഷ്ഠനായിട്ട് നിന്ന് അർജുനനാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു ധർമ്മവും പാലിക്കാത്തവൻ ഞാൻ ആരെയും കൊല്ലണമില്ല, എനിക്കൊരു പാപവുമില്ല, പുണ്യപാപങ്ങളില്ല എന്ന് പറഞ്ഞ് വഴി കണ്ണീ കാണുന്ന നാൽക്കാലികളെയൊക്കെ വെട്ടിക്കഴിച്ച അവൻ കീഴ്ലോകത്തിലേക്ക് പോവുകത്രേ. അതുകൊണ്ട് അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ അമൃതമശ്നുതേ എന്ന് ഉപനിഷത്തെ പറയുന്നു. അവിദ്യയിലൂടെയാണ് നമ്മൾ ഈ മൃത്യുവിനെ തീർക്കേണ്ടത്, ഈ സംസാരത്തിനെ ജയിക്കേണ്ടത്. വിദ്യയാ അമൃതമശ്നുതേ, ആ വിദ്യയിലൂടെ നമ്മൾ അമൃതത്വമായിട്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ ആരെയും കൊല്ലണമില്ല, ഞാൻ ആരെയും കൊല്ലപ്പെടണമില്ല അല്ലേ. ചിലരൊക്കെ അങ്ങനെ ഉണ്ട്. അങ്ങനെ തന്നെ ഒരു കഥയുണ്ട്. ഒരു ബ്രാഹ്മണൻ എന്ത് ചെയ്തു? ദാനധർമാദികളൊന്നുമില്ല. ആ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? ഒരു വീട്ടിൽ നിറച്ച് ധാരാളം സസ്യങ്ങളൊക്കെ വെച്ചു, ധാരാളം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചു, വലിയ ഒരു തോട്ടമൊക്കെ ഉണ്ടാക്കി. ആര് കണ്ടാലും അന്താളിച്ചു പോകണം, അസൂയപ്പെടുന്ന തരത്തിലുള്ള ഒരു തോട്ടമൊക്കെ ഉണ്ടാക്കി. ഒരു ഈച്ചയെ കൂടെ, ഒരു ഇൻസെക്റ്റിനെ കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഇദ്ദേഹം സമ്മതിക്കില്ല. അപ്പോൾ ഒരു നാൾ ഇദ്ദേഹം എവിടെയോ പോയിരുന്ന ടൈമിൽ ഒരു പശു ഇതിൻ്റെ ഉള്ളിൽ കയറി ഈ ചെടികളെയൊക്കെ കഴിച്ചു. ഇത് കണ്ട് കോപിതനായ ഇങ്ങനെ എന്ത് ചെയ്തു? ഒരു ഒലക്കത്തടി എടുത്ത് പശുവിനെ തലയ്ക്കടിച്ചു കൊന്നു. അപ്പോൾ ഒരു ബ്രാഹ്മണൻ ഗോഹത്യ ചെയ്യാൻ പാടില്ല. ബ്രാഹ്മണൻ എന്നല്ല, സർവം ബ്രാഹ്മമിതം എന്നാണ് വ്യാസൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സർവം ബ്രാഹ്മണനാണ്. പക്ഷെ നമ്മൾ പതുക്കെ പതുക്കെ നമ്മളെ കർമ്മമൊക്കെ ബ്രാഹ്മണോ ശൂദ്രോ ഭവതി, ശൂദ്രോ ബ്രാഹ്മണോ ഭവതി എന്ന് മനുസ്മൃതിയിലും പറയുന്നുണ്ട്. എന്നുവെച്ചാൽ കർമ്മമാണ് നമ്മളെ പല പല ജാതിയാക്കി മാറ്റുന്നത്. അത് വേറെ വിഷയം. എന്നാൽ കൂടെയും ഒരു ബ്രാഹ്മണനായിട്ട് നീ ചണ്ടാളൻ്റെ പരിപാടി ചെയ്തല്ലോ, ഇതൊരു ജാതിയല്ല പറയണ കേട്ടോ. കർമ്മമാണ് ഒരുത്തനെ നീചമാക്കണതും നല്ലതാക്കണതും. എന്നിട്ട്
ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇദ്ദേഹം കുറച്ച് ശാസ്ത്രവിത്താണ്. ആൾക്കാരെല്ലാം ഇദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാനല്ല, എൻ്റെ കൈയാണ് കൊന്നത്. എൻ്റെ കൈ എന്താ, ശാസ്ത്രമൊന്നും അറിയില്ലേ, കയ്യിൽ എന്താ, ബഹവോ ഇന്ദ്രസ്തിഷ്ഠതി, കയ്യിൽ ഇന്ദ്രൻ ഇരിക്കണു, ഇന്ദ്രനാണ് ചെയ്തതില്ലേ. അയം മേ ഹസ്തോ ഭഗവാൻ അയം മേ ഭഗവത്തരഹ, അയം മേ ഹസ്തോ ഭഗവാൻ, ഭഗവാൻ എന്താ കയ്യിലിരിക്കണമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കണതില്ലേ. അതുകൊണ്ട് ഭഗവാൻ ഇന്ദ്രനാണ് അതിനെ കൊന്നത് എന്നല്ലാതെ ഞാനല്ല കൊന്നത് എന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞു ഇദ്ദേഹം ആൾക്കാരെയൊക്കെ കൺവിൻസ് ചെയ്തു അല്ലേ. നല്ല ഇൻ്റലക്ച്വലി ഉള്ളവർക്കൊക്കെ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധനായ ഒരു ബ്രാഹ്മണൻ അവിടെ വന്നിട്ട് ഈ പൂന്തോട്ടം എല്ലാം കണ്ടിട്ട് ഇയാളെ വാഴ്ത്തി പറയാൻ തുടങ്ങി. എന്ത് നല്ല പൂന്തോട്ടമാണ്, എത്ര നല്ല ചെടികളാണ്, ഈ ലോകത്ത് ഇതുവരെയ്ക്കും ഞാൻ കണ്ടിട്ടില്ലേ ഇതുപോലത്തെ ഒരു പൂന്തോട്ടം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് നട്ടുപിടിപ്പിച്ച് ഞാൻ സ്വയമേവ നിത്യനിരന്തരം സമയം കണ്ടെത്തി വെള്ളമൊഴിച്ച് പരിപാലിക്കണതായിട്ടുള്ള എൻ്റെ പൂന്തോട്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണൻ ഇന്ദ്രൻ്റെ രൂപമായിട്ട് മാറിയിട്ട് പറഞ്ഞു, നീ പശുവിനെ കൊന്നപ്പോൾ അത് എൻ്റെ തലയിലിട്ടു, ഇപ്പൊ നീ പൂന്തോട്ടമെല്ലാം ചെയ്തത് ക്രെഡിറ്റ് നിനക്കില്ലേ. ദോഷം മുഴുവൻ ഭഗവാന്റെ മേലിൽ നമ്മൾ അടിച്ച് ഏൽപ്പിക്കുക അല്ലേ. എന്തെങ്കിലും ദോഷം വന്ന ഭഗവാനെ, ഭഗവാനെ എനിക്ക് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നു. എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ ദാറ്റ് പ്ലേസിൽ ഭഗവാന് സ്ഥാനമേ ഇല്ല. ദർ ഇസ് നോ പീഠം, ദർ ഇസ് നോ ദർപ്പാസനം, ദർ ഇസ് നത്തിങ് അല്ലേ. ഭഗവാന് കൊടുക്കാനൊന്നുമില്ല. ഞാൻ ചെയ്തതാണ്, ഞാൻ വളർത്തിയതാണ്, ഞാൻ കെട്ടിയതാണ്, ഞാൻ എന്നുള്ളൊരു ഭാവം അവിടെ ഉണർന്നിരിക്കും അല്ലെ. സുഖം വരുമ്പോൾ ഞാൻ ചെയ്തു, ദുഃഖം വരുമ്പോൾ ഈശ്വരൻ എനിക്ക് തന്നു. നോക്കൂ, രണ്ടിടത്തും രണ്ട് ഭാവമാണ്. അതുപോലെ ആരാണോ ഈ ആത്മാവിനെ കൊല്ലണതെന്ന് അഭിമാനിക്കണോ അവൻ അറിഞ്ഞിട്ടില്ല എന്നർത്ഥം. അവൻ വാസ്തവത്തിൽ നിത്യ അനിത്യത്തെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അർജുന, നീ യുദ്ധം ചെയ്തോളാം. ഇപ്പൊ യുദ്ധത്തിലാണ് നീ നിൽക്കുന്നത്. ഈ സമയത്ത് നിനക്ക് തത്വോപദേശം വേണം. എന്തിനാ? നിത്യ അനിത്യത്തിനെ മനസ്സിലാക്കും. ബാലകൃഷ്ണൻ നായർ സാർ വളരെയധികം ക്വസ്റ്റ്യൻ ചോദിക്കുക. സാറ് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് സാറ് തന്നെ ആൻസർ പറയും. ഇതാണ് സാറിൻ്റെ ഒരു രീതി. അതെ സാർ, ഒരു നായി കടിക്കാൻ വന്നാലോ അതിനെ ബ്രഹ്മം നമ്മൾ കണ്ടാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, നായി വന്നാൽ കല്ലെടുത്ത് എറിഞ്ഞോളൂ, പക്ഷേ ഞാൻ നായെ എറിയണമെന്നുള്ള ഭാവത്തിലല്ല. കല്ല് ബ്രഹ്മം, നായ ബ്രഹ്മം, എറിയണ ഞാനും ബ്രഹ്മം എന്നുള്ളൊരു ഭാവത്തിൽ അല്ലേ. ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ഭാവാദ്വൈതം, രണ്ട് അദ്വൈതം ഉണ്ട്. ക്രിയാദ്വൈതം ആക്ച്വലി നമുക്ക് പറ്റില്ല അതല്ലേ. നമുക്ക് വെളിയിൽ പോയാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ പോയാൽ നമ്മളെടുത്ത് അവർ ചോദിക്കും, ആധാർ കാർഡ് കാണിക്കൂ. അപ്പം ഞാൻ പോയിട്ട് നാഹം മനുഷ്യോ ന ച ദേവയക്ഷ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ഭൂമി ന തോയം ന തേജോ ന വായു ന കമ്നേന്ദ്രിയം വാ ന തേഷാം സമൂഹ എന്നൊക്കെ പറഞ്ഞാൽ അവരപ്പോൾ പിടിച്ച് ജയിലിലിടും, ഒരു തീവ്രവാദി ലിസ്റ്റിൽ പെടുത്തും അല്ലേ. അപ്പോൾ ക്രിയാദ്വൈതം നമുക്ക് എപ്പോഴും വ്യവഹാര തലത്തിൽ വേദാന്തം കൊണ്ട് നോ യൂസ്. വ്യവഹാരത്തിൽ വേദാന്തം കലർത്താൻ പാടില്ല. നമ്മളെ കേമന്മാരൊക്കെ വ്യവഹാരത്തിൽ വേദാന്തത്തിനെ കലർത്തും. എന്നിട്ട് ഉറങ്ങുമ്പോൾ പറയും ഞാൻ ആത്മാനുഭവം നേടുകയാണ്. തമോ ഗുണം വരും വ്യവഹാരത്തിൽ. അതുകൊണ്ട് കർത്തൃഭോക്തൃ രൂപം, കർത്താവിൻ്റെ പ്ലെയിനിൽ ആത്മാവില്ല, ഭോക്താവിൻ്റെ പ്ലെയിനിലും ആത്മാവിനെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് വ്യവഹരിക്കാൻ പറ്റില്ല. ഭാവത്തിൽ വെച്ചുകൊള്ളുക. നീ ആരെയും കൊല്ലുന്നില്ല, നീ ആരെയും കൊല്ലാൻ പ്രാപ്തനുമല്ല. ഈ ശരീരം ഒരു കാലത്ത് നശിക്കാൻ പോണു. അതുകൊണ്ട് തസ്മാത് യുദ്ധസ്വ ഭാരത എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനനെ പടിപടിയായിട്ട് ധർമ്മബോധവും കൊടുക്കണു. അർജുനന് നിത്യാനിത്യ ബോധവും കൊടുത്ത് ആത്മാവിൻ്റെ സ്വരൂപദർശനത്തിനെയും ഉപനിഷത് പ്രോക്തമായിട്ടുള്ള വാക്യത്തിനെയും കൊടുക്കണു. തുടർന്ന് നമുക്ക് കാണാം. രമണ സദ്ഗുരു രമണ സദ്ഗുരു രമണ സദ്ഗുരു രായരേ രമണ സദ്ഗുരു രമണ സദ്ഗുരു രമണ സദ്ഗുരു രായരേ. അരുണാചല ശിരോദ്ഭൂത സമ്പ്രദായ പ്രവർത്തകം കരുണാ